ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to the holy name of God. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ വരുവാൻ ഇടയാക്കിയതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. I thank the Lord once again that we could all come together to meet on the Zoom platform, and I'm grateful to God for it. ഡോക്ടർ നവീനെയും ഡോക്ടർ ജസ്റ്റിനെയും അതുപോലെ ഡോക്ടർ ഷെറിനെയും ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ പ്രിയ സ്നേഹിതൻ സാംകുട്ടി പാസ്റ്റർ ഡൽഹിയിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് തുടങ്ങിയ പല പ്രിയപ്പെട്ടവരെയും കാണുന്നുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. I'm so happy to see all of you here. My special friend Pastor Samuel from Delhi, and Dr. Sharin, Dr. Naveen, and all of you. I'm so happy to see you all in this platform. ഒരു കാലഘട്ടത്തില് എൻ്റെ അജ്ഞതയുടെ കാലത്ത് ബൈബിൾ തെറ്റാണെന്ന് ഞാൻ വിശ്വസിച്ചു. അത് സമർത്ഥിക്കാൻ പരിശ്രമിച്ചു. ഒരു പരിധിവരെ ചിലരുടെ മുൻപിൽ എനിക്ക് ജയിക്കാനും ആ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞു. In the times of my ignorance, I was thinking that Bible is wrong, and I tried to prove that it was wrong, and sometimes I prevailed with my friends, and it was only for a season. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി, എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്, എൻ്റെ അജ്ഞത കൊണ്ടാണ് ഈ സത്യത്തെ എതിർത്തതെന്നും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ ധാരാളം ആൾക്കാരുണ്ടായിരുന്നെന്നും അവരെ കണ്ടുമുട്ടുവാൻ എനിക്ക് കഴിയാതിരുന്നത് കൊണ്ടാണ് ചിലരുടെ മുൻപിൽ ഞാൻ ജയിച്ചതെന്നും എനിക്ക് ബോധ്യമായി. Then only I understood my ignorance and the way that I neglected in front of those whom I tried to prove that it was wrong, and how they could not give any kind of answers properly, and that is why I prevailed in that situation. അതുകൊണ്ട് ബൈബിൾ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് സമകാലിക വിഷയങ്ങൾ, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എവിഡൻസ്, ആർക്കിയോളജിക്കൽ എവിഡൻസ്, ഇതൊക്കെ എന്നെ വളരെയധികം ആകർഷിക്കുന്ന വിഷയങ്ങളാണ്. Therefore, the subjects regarding the Bible, especially the historical, the archaeological evidences, and all those subjects related to it, is things which gives me good interest. ഇന്നും ഞാനൊരു നിരീശ്വരനായ ഒരു പ്രിയപ്പെട്ടവന്റെ വളരെ വിദ്യാസമ്പന്നനായ ഫിസിക്സില് വളരെ അറിവുള്ള ഒരു മനുഷ്യന്റെ പ്രഭാഷണം കേൾക്കുകയുണ്ടായി. Today also I heard a speech of a renowned physicist who is an atheist himself. ഞാൻ അങ്ങനെയുള്ള നിരീശ്വരന്മാരുടെ പ്രഭാഷണങ്ങൾ നിരന്തരം കേൾക്കാറുണ്ട്. I usually listen to those people, how they speak and what they want to convey. അപ്പോഴെല്ലാം എൻ്റെ കർത്താവിനോടുള്ള വിശ്വാസം, എൻ്റെ ബൈബിൾ വിശ്വാസം വർദ്ധിക്കുകയാണ് ഉണ്ടാകുന്നത്. In all those times, my faith toward God and my faith in the Bible increases. ഓരോ നിരീശ്വരന്മാരും ബൈബിളിനെതിരായിട്ട് പറയുന്നതും അവർ നിരത്തുന്ന തെളിവുകളും കേൾക്കുമ്പോൾ എനിക്ക് ബൈബിളിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ് ഉണ്ടാകുന്നത്. Each time I listen to various atheists, when they speak forth, my faith in the Bible and God increases. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള ഡോക്ടേഴ്സിന് ആ മേഖലകളിലുള്ള തലങ്ങളിലുള്ള അനേകരോട് സംസാരിക്കാനായിട്ട് കഴിയും. ഞങ്ങൾക്ക് ലഭിക്കുന്ന പ്ലാറ്റ്ഫോമിനേക്കാളും ഉയർന്ന ഒരു തലമാണ് നിങ്ങളുടെ മേഖല. Specifically for you doctors, when you come across people who are in various kinds of beliefs, you may come across many instances where you also need to hear them. യേശുക്രിസ്തുവിന്റെ ജനന വാർത്ത യേശു ദൈവം ആട്ടിടയന്മാർക്ക് വെളിപ്പെടുത്തുന്നത് പാട്ടും വെളിച്ചവും ബഹളവും എല്ലാം കൊണ്ടാണ്. To the shepherds the Lord revealed through the songs and through lights. അങ്ങനെ അവർക്കത് മനസ്സിലാകുകയുള്ളൂ. Only through that they could understand what was happening. എന്നാൽ വിദ്വാൻമാരോട് ദൈവം ഇടപെടുമ്പോൾ അവിടെ ഈ ലൈറ്റും ശബ്ദമൊന്നുമില്ല, വളരെ അകലെ നിൽക്കുന്ന ഒരു നക്ഷത്രം മാത്രമാണ് വെളിപ്പെടുന്നത്. But when the Lord deals with the wise men, he is not dealing them with lights or sound. He is showing them a star which is far away and leading them. അവർക്ക് ഈ പാട്ടും ലൈറ്റും ഒക്കെ അവർ ശാസ്ത്രീയമായി വിലയിരുത്തും, സൈക്കോളജിക്കലായിട്ട് മനഃശാസ്ത്രപരമായിട്ട് വിലയിരുത്തും. അതവരെ ഒരിടത്തും എത്തിക്കാതെ പോകും. For them, that lights and sound may not be affecting them much psychologically or scientifically, so it may not be of use to them.
ഒരേ വിഷയം ദൈവം കൺവേ ചെയ്യുന്നത് വ്യത്യസ്തമായ നിലകളിലാണ്. So each subject the Lord conveys to different people in different realms. ഓരോ വ്യക്തികളുടെയും സാഹചര്യവും അവരുടെ വിദ്യാഭ്യാസവും ഒക്കെ അനുസരിച്ചാണ് ഒരേ വിഷയം തന്നെ ദൈവം ഇടപെടുന്നത്. Each one, they are circumstances that they are in the educational background or whatever that they have been having. In various ways, the God deals with each one of us. ദൈവത്തിന്റെ അത്ഭുതകരമായ കാര്യം എന്നെപ്പോലുള്ള വിദ്യാവിഹീനന്മാരിലൂടെയും നിങ്ങളെപ്പോലുള്ള വിദ്യാസമ്പന്നരിലൂടെയും ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിശയകരമായ ഒരു കാര്യം. The wondrous thing about God is people like me who are not much learned, or people like you who know many things, but even through all the Lord speaks and the Lord reveals various things. നമ്മളുടെ വിഷയത്തിലേക്ക് വേഗം മടങ്ങി വരാം. ഇറാനെ കുറിച്ചുള്ള ബൈബിൾ പ്രവചനമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. Let's come to the subject. We are going to see the Bible prophecy regarding Iran. ഇന്നും നിലവിലുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഈ അടുത്ത കാലത്ത് ഇസ്രയേലുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട്. Iran is still present. Recently they had a war with Israel, and we need to understand more things about it. ബൈബിളിൽ അനേക രാജ്യങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. In Bible there are a lot of regions that are mentioned. നമ്മുടെ ഇന്ത്യയെ കുറിച്ച് ബൈബിളിലുണ്ട്. എസ്തേറിന്റെ 1:1 അത് എഴുതിയിട്ടുണ്ട്. In Esther 1:1 also the name India is mentioned. ലെബനോനെ കുറിച്ച്, സിറിയയെ കുറിച്ച്, ഈജിപ്തിനെ കുറിച്ച്, ഇറാനെ കുറിച്ച്, ഇറാഖിനെ കുറിച്ച്, ഗ്രീസിനെ കുറിച്ച്, റോമിനെ കുറിച്ച് ഒക്കെ ബൈബിളിൽ രേഖകളുണ്ട്. In the Bible it's mentioned about Lebanon, Syria, Egypt, Iran, Iraq, Greece, Rome, and all these countries are mentioned. പ്രവചന ഭാഷയിൽ അമേരിക്കയെ കുറിച്ചുണ്ട്, ഗ്രേറ്റ് ബ്രിട്ടനെ കുറിച്ചുണ്ട്, റഷ്യയെ കുറിച്ചുണ്ട്, ചൈനയെ കുറിച്ചുണ്ട്. അങ്ങനെ അനേക രാജ്യങ്ങളെ കുറിച്ചുള്ള ബൈബിൾ പ്രവചനങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് വായിക്കാനായിട്ട് കഴിയും. In prophetical languages, many nations might be mentioned, like America, Great Britain, China, and various other nations. ഇറാനെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ബൈബിളിലെ പല പുസ്തകങ്ങളും നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇറാന്റെ കഴിഞ്ഞകാല ചരിത്രം, പഴയ ഇറാനെ കുറിച്ച് നമ്മൾ പഠിക്കണം. If you want to know the history of Iran, there are various books that mention about it in the Bible, and we need to study about it. പഴയ പേർഷ്യയാണ് ഇറാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. The old Persia is the present day Iran. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മേദ്യ പേർഷ്യ ആണ് ഇന്നത്തെ ആധുനിക ഇറാൻ എന്ന് പറയുന്നത്. The city that is mentioned as Persia is the present day Iran. പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന മഹാനായ സൈറസ്, കെബീസിയസ്, ദാരിയവേഷ് എന്നിവരുടെ കാലത്താണ് എസെക്കിയേൽ, ദാനിയേൽ, ഹഗ്ഗായി, സക്കറിയ തുടങ്ങിയവർ പ്രവചിച്ചത്. In the days when Daniel, Zechariah all prophesied, when the Emperor Tyrus was reigning, was the time that this city was mentioned. അവരുടെ പ്രവചനത്തിന്റെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭരണകർത്താക്കളുടെ ചരിത്രം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ പ്രവചനത്തിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് ഗ്രഹിക്കാനായി കഴിയുള്ളൂ. If you want to understand the true context in which the prophecies were given, we need to understand the culture, the rule of the emperors that were reigning in that season. ഈ പേർഷ്യൻ ചക്രവർത്തിമാരുടെ കാലത്താണ് എസ്ര, നെഹമ്യാവ് തുടങ്ങിയവരൊക്കെ പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന്, ബാബിലോണിൽ നിന്നുമൊക്കെ യെരുശലേമിലേക്ക് വരുന്നതും സക്കറിയാവിന്റെ സെരൂബാബേലിന്റെ നേതൃത്വത്തില് ദേവാലയം പണിയുന്നതും ഹഗ്ഗായും സക്കറിയാവും ഒക്കെ പ്രവചിക്കുന്നതും ഈ പേർഷ്യൻ സാമ്രാജ്യാധിപന്മാരുടെ കാലത്താണ്, പ്രത്യേകിച്ച് സൈറസിന്റെ കാലത്താണ്. In the days of Cyrus, in the days of Persian emperors, it's a time when Ezra and Nehemiah were there, and how the travel happened between Babylon and Jerusalem, and how the temple was built in under the leadership of Zerubbabel, under the prophesyings of Haggai and Zechariah. സക്കറിയായുടെ പ്രവചനം, ഹഗ്ഗായുടെ പ്രവചനം, നെഹമ്യാവ്, അതുപോലെ തന്നെ എസ്ര, ഈ പുസ്തകങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ പ്രവാചകന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിലുള്ള ഭരണകൂടങ്ങൾ അവരോട് എങ്ങനെ ഇടപെട്ടു
എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ പ്രവചനത്തിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. If you have to understand the writings of Ezra, Nehemiah, Haggai and Zechariah, we need to understand the rule and the context where this emperors ruled and how the words that were spoken will bring meaning to our lives. ഇതേ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ശ്രീബുദ്ധന്റെയും മഹാവീരന്റെയും കാലമാണ്. In the same time in India, it was the time of Sri Buddha and Mahavir. ഗ്രീസിലെ ആ കാലങ്ങളിൽ പൈതഗോറസിന്റെ കാലമാണ്. ചൈനയിൽ കൺഫ്യൂഷ്യസിന്റെ കാലമാണ്. It was a time where in Greece there was a season and China there was another emperor reigning. അപ്പൊ ഈ വേൾഡിലെ ചരിത്രം കൂടെ നമ്മൾ പഠിക്കുമ്പോഴാണ് അവരുടെ പ്രവചനം പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. When we understand the history that happened even in these places, we understand what was the significance of the prophecies that came out at that season. ഇനി ബൈബിളിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ when we come back to the Bible, ദാനിയേൽ പ്രവചനം 2 ഈ ഇറാനെ കുറിച്ചുള്ള ഒരു പ്രവചനമുണ്ട്. In Daniel chapter 2 there is a prophecy regarding Iran. അത് വ്യാഖ്യാനിച്ച് പഠിക്കേണ്ടതാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം, പിന്നീട് നിങ്ങൾ അത് വായിച്ചാൽ മതി. That we need to understand it deeply. We'll say it briefly. ബാബിലോൺ സാമ്രാജ്യം നിലനിന്നിരുന്ന കാലത്ത് 70 വർഷമാണ് ബാബിലോൺ സാമ്രാജ്യം നിലനിന്നിരുന്നത്. ആ ബാബിലോൺ സാമ്രാജ്യത്തെ കീഴടക്കിയാണ് മേദ്യ പേർഷ്യ സാമ്രാജ്യം ഇവിടെ ഉണ്ടായത്. When the province of Babylon was there for 70 years and after which it was dominated by Medes and Persians. അന്ന് ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ, പഴയ ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക ഇറാഖാണ്. ഇറാഖിന്റെ പ്രസിഡന്റ് ആയിരുന്ന നെബൂഖദ്നേസർ കാണുന്ന ഒരു സ്വപ്നമാണ് ദാനിയേൽ 2 എഴുതിയിരിക്കുന്നത്. The dream seen by the king of Nebuchadnezzar, the king of Babylon, the present day modern day Iraq, that vision or that dream is being told by Daniel here. പക്ഷെ രാജാവിന് ആ സ്വപ്നം മനസ്സിലായില്ല, അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ഉണ്ടായിരുന്ന മന്ത്രവാദികൾക്കും കഴിഞ്ഞില്ല. The Nebuchadnezzar king did not understand the meaning of the dream, neither the magicians or the enchanters understood it. അപ്പോൾ എല്ലാ മന്ത്രവാദികളെയും ശകുനവാദികളെയും ദൈവജ്ഞന്മാരെയും കൊന്നുകളയുവാനായിട്ട് ചക്രവർത്തി ഒരു ഓർഡർ കൊടുത്തു. So the decree went out so that all the wise men will be killed, and they also sought Daniel to kill them. ഈ കാലഘട്ടത്തില് ദാനിയേലുണ്ട്, അതുപോലെ തന്നെ എസെക്കേലും ഉണ്ട് ബാബിലോണില്. In the same time Daniel is there, Ezekiel is there in Babylon. അപ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കുകയും ദൈവം രാജാവ് കണ്ട ആ സ്വപ്നവും അതിന്റെ അർത്ഥവും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. Daniel prayed and the Lord revealed the mystery and the meaning of the dream, and he told it to the king. ആ സ്വപ്നം ഇതായിരുന്നു: സ്വർണം കൊണ്ട് ഒരു ബിംബമാണ് രാജാവ് കാണുന്നത്. The king is seeing a great image which is first built off with gold. അതിന്റെ തല സ്വർണം കൊണ്ടാണ്. The head was made of fine gold. ഇനി കൈകളും നെഞ്ചും വെള്ളി കൊണ്ടാണ്. Chest and arms were of silver. വയറുമരയും താമ്രം കൊണ്ടാണ്. The belly and thighs were of bronze. തുട ഇരുമ്പ് കൊണ്ടാണ്. The legs were of iron. കാൽപാതി കളിമണ്ണും ഇരുമ്പും കൊണ്ടുള്ള ഒരു ബിംബമാണ് ഈ നെബൂഖദ്നേസർ കണ്ടത്. And its feet were partly of iron and partly of clay. കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ഈ ബിംബത്തെ ഇടിക്കുന്നതും ആ കല്ല് വളർന്ന് ഭൂമിയിൽ നിറയുന്നതുമാണ് അദ്ദേഹം കണ്ട സ്വപ്നം. Then suddenly a great stone came and made it like chaff, and the wind carried them off. ഇത് കണ്ട് ചക്രവർത്തി ഭയന്നു പോയി. When the image was struck, when the king saw, he became afraid. ഇതിന്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായില്ല. He did not understand what is the meaning of this dream. മന്ത്രവാദികൾക്കും മനസ്സിലായില്ല. Even the wise men there could not understand it. അതുകൊണ്ട് അവരെല്ലാം കൊന്നുകളയുവാനായിട്ട് പറഞ്ഞു. Now the decree went out that they all be killed. കാരണം ചക്രവർത്തി വളരെ ബുദ്ധിമാനായതുകൊണ്ട് താൻ കണ്ട സ്വപ്നവും പറയണം, അത് താൻ പറയുകയില്ല, ഈ ദൈവജ്ഞന്മാർ അത് പറയണം, അതിന്റെ വ്യാഖ്യാനവും പറയണം. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ പറയുന്നത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കും എന്ന് ഈ നെബൂഖദ്നേസർ പറഞ്ഞതുകൊണ്ടാണ് മന്ത്രവാദികളുടെ മുട്ട ആടിയത്. The king, because he was very wise, he said the dream he has seen they have to mention, and also its interpretation. Then only he would accept them that the meaning was true. And when the magicians heard it, their knees were shaken because they could not know what was the dream.
എന്നാൽ ദാനിയേലും തന്റെ കൂട്ടുകാരും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ സ്വപ്നം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി. But Daniel and his friends, when they all prayed, the Lord revealed to them the meaning. അതിന്റെ അർത്ഥവും വെളിപ്പെടുത്തി. They revealed the dream and its meaning. ഈ സ്വർണം കൊണ്ടുള്ള തലയും ഈ വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈകളും താമരം കൊണ്ടുള്ള വയറും ഇരുമ്പ് കൊണ്ടുള്ള തുടയും കാൽപ്പാടി കളിമണ്ണും ഇരുമ്പുമൊക്കെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഈ ലോകത്തിൽ ഉണ്ടാകേണ്ട സാമ്രാജ്യങ്ങളാണെന്നും കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് യേശു കർത്താവ് അവസാനമായിട്ട് ഈ ലോകത്തെ ഭരിക്കും എന്നുള്ളതാണെന്നും ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി. God revealed to Daniel that this fine gold, which was made in the head, its chest and arms of silver, its belly and thighs of bronze, the legs of iron, its feet partly of iron and partly of clay, and the stone which was not made with hands came and struck it, showing the reign of Jesus. Already the Lord revealed its meaning to Daniel. ഇനി വേൾഡ് ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ, when we look at the world history, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ as long as it concerns Israel, BC 587 അവർ ബാബിലോണിന് അടിമകളായി. In BC 587 they became slaves to Babylon. 70 വർഷം കഴിഞ്ഞപ്പോൾ ബാബിലോൺ പരാജയപ്പെട്ട് മേദ്യ പേർഷ്യ സാമ്രാജ്യമുണ്ടായി, അതിനവർ അടിമകളായി. After 70 years, Babylon was defeated and Medians and Persians took over and they became slavery to them. പിന്നീട് പേർഷ്യനെ ഗ്രീസുകാർ പരാജയപ്പെടുത്തി മൂന്നാമത്തെ സാമ്രാജ്യമുണ്ടായി. Then the Greece regions they dominated Medes and Persians and the third kingdom was established. പിന്നീട് ഗ്രീക്ക് സാമ്രാജ്യത്തെ കീഴടക്കി റോമൻ സാമ്രാജ്യം ഇവിടെ ഉണ്ടായി. Then the Romans subdued Greece and the Roman kingdom was established. റോമൻ സാമ്രാജ്യം കഴിഞ്ഞിവിടെ ഉണ്ടായ എല്ലാ സാമ്രാജ്യങ്ങളും ഭരണങ്ങളും ഒക്കെ ഇരുമ്പ് പോലെ ഉറപ്പുള്ളതും കളിമണ്ണ് പോലെ ഉറപ്പില്ലാത്തതും ഇരുമ്പും കളിമണ്ണും കൂടെ ചേർന്നുള്ള കൂട്ട മന്ത്രിസഭയും ഒക്കെയാണ് ലോകരാഷ്ട്രീയത്തിൽ കാണുന്നത്. After the Roman kingdom, all the kingdoms that all came after was almost like a mixture of iron and clay. Sometimes it's firm, sometimes it is not. ഇതിന്റെ അവസാനമായിട്ട് യേശു രാജാവായി ഇസ്രായേലിന്റെ രാജാവായി ഭരിക്കുമെന്നാണ് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ അതേ അധ്യായത്തിൽ അതിന്റെ വ്യാഖ്യാനവും എഴുതിയിട്ടുണ്ട്. In the same chapter, the meaning of the dream is mentioned and how conclusion is the great God, the Lord Jesus would reign through the kingdom of Israel. ബിംബത്തിലെ തങ്കം കൊണ്ടുള്ള തല ബാബിലോൺ ആണെന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. So he is saying about the image, the head made of gold is Babylon. ദാനിയേൽ 2:32 ആ ബിംബത്തിന്റെ ഇരു കൈകളും നെഞ്ചും അതിനുശേഷം ഉണ്ടാകേണ്ട സാമ്രാജ്യമാണ് എന്ന് പ്രവചിക്കുന്നു. Daniel chapter 2 verse 32 onwards it's mentioned about the gold and what all happens after that. അതാണ് ഇറാൻ അല്ലെങ്കിൽ മേദ്യ പേർഷ്യ സാമ്രാജ്യം. That is what is mentioned as Iran or Medes and Persians. അതിനെക്കുറിച്ച് ഉള്ള പ്രവചനത്തിലേക്ക് നമ്മൾ വരും. ഞാനൊരു മുഖവര പറഞ്ഞു നിൽക്കുകയാണ്. I'm just giving an introduction and a background to it. We will come the prophecies regarding Iran. ഇതിനിടയ്ക്ക് എനിക്ക് ഒരു ദൂത് പറയുവാനുണ്ട്. In between this, I want to share a message. ഇപ്പോൾ ദാനിയേലിന് ആരാധിക്കുവാൻ ഒരു ആലയമില്ല. അത് യെരുശലേമിൽ ഉണ്ടായിരുന്നു, അത് കത്തിച്ചു കളഞ്ഞു നെബൂഖദ്നേസർ. The temple for Daniel to worship in was not there. It was burnt down by Nebuchadnezzar. ദാനിയേൽ പഠിക്കുന്ന കോളേജിൽ അവിടെ മന്ത്രവാദികളാണ്, അവരെ മന്ത്രവാദികളായിട്ടാണ് കണക്കാക്കുന്നത്. The college where Daniel is studying, they are all enchanters and magicians, and there he is being there. അതിന്റെ ഉസ്താദാണ് അവരുടെ രാജാവ് ചക്രവർത്തി നെബൂഖദ്നേസർ. And he is the king Nebuchadnezzar is the one who is the core of it. അങ്ങനെ പൈശാചിക ശക്തികൾ നിറഞ്ഞിരുന്ന ഒരു കേന്ദ്രത്തിൽ, that means in the place where satanic forces was in full force, ദാനിയേലിന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ ഗ്രൂപ്പ് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. under the leadership of Daniel there is a small group who were prepared to pray. മന്ത്രവാദികൾക്ക് ചെയ്യുവാൻ കഴിയാതിരുന്നത് അവരുടെ പ്രാർത്ഥനയിൽ ദൈവം വെളിപ്പെടുത്തി. The one which the magicians or enchanters couldn't do in their prayer, the Lord revealed to them that. അതിന്റെ ഫലമായിട്ട് യെരുശലേം ദേവാലയം കത്തിച്ച നെബൂഖദ്നേസർ തന്നെ പറഞ്ഞു, ദാനിയേലിന്റെ ദൈവമാണ് വലിയ ദൈവമെന്ന്. As a fruit of that, the king who burned down the temple in Jerusalem, he only said the God of Daniel is the living God. വലിയ ഉണർവുണ്ടാകുവാൻ വലിയ സമൂഹമൊന്നും ആവശ്യമില്ല. That means what it means is to have a great revival, we don't need a great or a big group. ഏത് മന്ത്രവാദികളുടെ ഇടയിലും, among any kind of magicians, പൈശാചിക ശക്തികളുടെ മധ്യത്തിലും,
even in the midst of satanic forces. പ്രാർത്ഥിക്കാൻ 1, 2, 3 പേരുണ്ടെങ്കിൽ, If there is a people who are ready to pray, even if it's 1, 2 or 3, അവരെ ദൈവം അത്ഭുതകരമായി ഉപയോഗിക്കും. the Lord will use them mightily. അവരുടെ മുമ്പിൽ ചക്രവർത്തിയുടെ തലയും കുനിയും. Even before them, the heads of the kings and emperors will bow down. അവർക്ക് വേണ്ടി രാജകൊട്ടാരത്തിന്റെ വാതിലും തുറക്കപ്പെടും. For on their behalf, the doors of the emperors will be open. അതുകൊണ്ട് സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞ് നിരാശരാകാതെ നാം വിശുദ്ധിയോട് ജീവിച്ചാൽ ദൈവപ്രവർത്തനം നമ്മളിലൂടെ കർത്താവ് വെളിപ്പെടുത്തും. Therefore, don't be blaming the circumstances that you are in, but when you lead a holy life, the Lord will work mightily on your behalf. ദാനിയേൽ 7:5 നമ്മൾ ഇറാനെ വീണ്ടും കാണുന്നുണ്ട്. അവിടെ 4 മൃഗങ്ങളെ കുറിച്ചാണ് ദാനിയേൽ 7 നമ്മൾ വായിക്കുന്നത്. In Daniel chapter 7, we read about the vision of the 4 beasts. സിംഹം, കരടി, അതുപോലെ തന്നെ പുള്ളിപ്പുലി, ഘോരമൃഗം. We see about the lion, the bear, the leopard and the bird. അതും ഈ ദാനിയേൽ 2 കണ്ടതുപോലെ തന്നെ ബാബിലോൺ, മേദ്യ പെർഷ്യ, ഗ്രീസ്, റോം, ഇനി വരേണ്ട അന്തിക്രിസ്തുവിന്റെ എതിർക്രിസ്തുവിന്റെ റോം എന്നുള്ള കാഴ്ചപ്പാടാണ് അവിടെ ദാനിയേലിന് ദൈവം കൊടുക്കുന്നത്. The 4 beasts, which shows again Babylon, the Medes and Persians, the Greek and the coming Antichrist kingdom, the Rome. അവിടെ ദാനിയേൽ 7:5 എഴുതിയിരിക്കുന്ന ഒരു പാർശ്വം, ഒരു തോൾ ഉയർത്തിയിരിക്കുന്ന കരടിയാണ് ഇറാൻ അല്ലെങ്കിൽ മേദ്യ പെർഷ്യ സാമ്രാജ്യം. In that Daniel chapter 7 verse 5, the bear which is raised up on one side is what is signifying Iran. നെബൂഖദ്നേസർ ഇത് കാണുമ്പോൾ, ദാനിയേലിൽ വ്യാഖ്യാനിക്കുമ്പോൾ പേർഷ്യൻ സാമ്രാജ്യം ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. When Nebuchadnezzar saw the dream, when Daniel interpreted the dream, this region or this province of Medes and Persians were not yet established. ദാനിയേൽ 8:3 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റനെ ദാനിയേൽ ദർശനം കാണുന്നു. In Daniel 8 verse 3, we see a ram which had 2 horns. ഒരു കൊമ്പുള്ള ഒരു കോലാട്ടുകൊറ്റൻ അതിനെ പരാജയപ്പെടുത്തുന്നു. And there is a ram with a one single horn which is coming and dominating over it. അതിന്റെ അർത്ഥവും അതേ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. The meaning of that is mentioned in the same chapter. അലക്സാണ്ടർ ഈ പേർഷ്യൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തും എന്നുള്ളതാണ് ആ പ്രവചനം. The meaning of that is Alexander will come and defeat this region, this Medes and Persians. അതും ചരിത്രത്തിൽ നിറവേറിയതായി നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രവചനം നടക്കുമ്പോൾ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. That also we know how it was fulfilled in the history, but when this prophecy, the dream was interpreted, this incidents had not yet happened. ബൈബിളിൽ പേർഷ്യയുടെ അല്ലെങ്കിൽ ഇറാന്റെ സ്ഥാനത്തെക്കുറിച്ച്, പ്രവചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരികയാണ്. We are seeing the instances of Persia in the Bible. ബൈബിളിൽ ഇറാന്റെ ചരിത്രവുമായി വളരെ ബന്ധപ്പെട്ട ഒരു പുസ്തകം തന്നെയുണ്ട്. And in Bible there is a book itself regarding the history, the background of Iran. അതാണ് എസ്തേറിന്റെ പുസ്തകം. That is the book of Esther. എസ്തേറിന്റെ പുസ്തകത്തിലാണ് ഇന്ത്യ മുതൽ അവരുടെ എത്യോപ്യ വരെ അവരുടെ ഭരണത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്. In Esther is what we see the name of India mentioned up to Ethiopia. പേർഷ്യൻ സാമ്രാജ്യാധിപനായ ദാരിയാവേശിന്റെ കാലത്ത്, ഈ ദാരിയാവേശ് എന്ന് പറഞ്ഞ പല ദാരിയാവേശന്മാരുണ്ട്. ഈ ബൈബിളിൽ ഹേരോദാവ്, ഫറവോൻ എന്നൊക്കെ പറയുന്നത് പോലെ പലരുമുണ്ട്. BC 522 മുതൽ 486 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഭരിച്ച ദാരിയാവേശാണ് ഇന്ത്യയെ ആക്രമിച്ചത്. There are various Dariuses like the host of Pharaoh and other kings. Darius who reigned in India, India province was between BC 522 and 486. ആ ഇന്ത്യ അവരുടെ 20ാമത്തെ സത്രാം അല്ലെങ്കിൽ പ്രോവിൻസ് ആയിരുന്നു. That India was the 20th province that they came and dominated over. ഇസ്രായേൽ, യഹൂദിയ അവരുടെ 5ാമത്തെ പ്രോവിൻസ് ആയിരുന്നു. And Israel or Judah was the 5th one. 360 താലന്ത് സ്വർണമാണ് ഇന്ത്യ അന്ന് ഇറാന് കരമായിട്ട് കപ്പമായി കൊടുത്തുകൊണ്ടിരുന്നത്. The Indians were paying a revenue of 160 talents of silver. 2400-500 വർഷങ്ങൾക്ക് മുൻപുള്ള ചരിത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. I'm telling the history about 2400 to 2500 years back.
പഴയ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളമൊന്നും ഉൾപ്പെടാൻ സാധ്യതയില്ല. പക്ഷെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമുണ്ട്, പാകിസ്ഥാന്റെ ഭാഗമുണ്ട്, പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന മേഖലകളൊക്കെ ഉണ്ട്. The old India province which we mentioned includes the parts of Afghanistan, Pakistan, Punjab and Himalayas and those regions. ആ ചരിത്രമാണ് നമ്മൾ എസ്തേറിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന. ഹിന്ദുദേശം മുതൽ കൂസ് ദേശം വരെ ഉള്ള രാജ്യത്തിൽ ഭരണം നടത്തുന്ന കാലത്താണ് എസ്തേർ രാജ്ഞിയാകുന്നത്. That is the regions, that's provinces that is mentioned from India to Ethiopia when Esther was coming to the reign. എസ്തേർ ഒരു യഹൂദ പെൺകുട്ടിയായിരുന്നു എന്ന് ചക്രവർത്തിക്ക് അറിയത്തില്ലായിരുന്നു. The king did not know Esther belonged to a Jewish background. തനിക്ക് മാതാപിതാക്കൾ ഉണ്ടായിരുന്നില്ല, മരിച്ചുപോയി. തന്റെ പിതാവിന്റെ സഹോദരൻ മൊർദെഖായിയാണ് തന്നെ വളർത്തിയത്. Her parents had passed away and her father's brother Mordecai is who brought her up. അദ്ദേഹം ഒരു ഡോർ കീപ്പർ ആയിരുന്നു ശൂഷൻ രാജധാനിയില്, അല്ലെങ്കിൽ ഇറാന്റെ തലസ്ഥാന നഗരിയില്. പക്ഷെ തന്റെ വളർത്തുമകൾ രാജ്ഞിയായിരുന്നു. തന്റെ പിതാവിന്റെ സഹോദരനാണ് എന്നുള്ള പറഞ്ഞ പ്രിവിലേജ് ഒന്നും അദ്ദേഹം ആഗ്രഹിച്ചില്ല. He was just a doorkeeper, but the daughter he had brought her became a queen, and she did not reveal about this background. ആ കാലഘട്ടത്തിലാണ് രാജ്യത്തിലെ രണ്ടാമനായിരുന്ന ഹാമാൻ മൊർദെഖായുമായിട്ട് ഉടക്കുന്നത്. In that time is when Mordecai is there and Haman is raising up vengeance against Mordecai. ഹാമാൻ അഹശ്വേരോഷിന്റെ ഭയങ്കര സുഹൃത്താണ്. Haman was a very close friend of the king Ahasuerus. തന്മൂലം എല്ലാവരും തന്നെ ആദരിക്കുമ്പോൾ മൊർദെഖായി മാത്രം അയാളുടെ മുൻപിൽ വീണ് നമസ്കരിക്കുന്നില്ല. When everyone bowed down and honored Haman, but Mordecai alone did not bow down or show any respect or honor. അതുകൊണ്ട് മൊർദെഖായിയെ കൊല്ലാൻ അയാൾ ആഗ്രഹിച്ചു. So he planned to kill Mordecai. അയാളുടെ ജാതി അന്വേഷിച്ചപ്പോൾ അയാൾ യഹൂദനാണെന്ന് മനസ്സിലാക്കി. When he found out his background, he knew he's a Jew. യഹൂദന്മാർ അടിമകളായിട്ട് കഴിയുകയാണ്, ഇറാന്റെ അടിമകളായിട്ട് കഴിയുകയാണ്. അവർ ഇറാഖിന്റെ അടിമകളായിരുന്നു. ഇറാഖിനെ ഇറാൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇറാന്റെ അടിമകളായിട്ട് അവർ കഴിയുകയാണ്. They were Jewish to Iraq, and when Iran conquered Iraq, they became slaves to the Iran. അങ്ങനെ അയാൾ രാജാവിന് മദ്യമൊക്കെ കൊടുത്ത് പണമൊക്കെ കൊടുത്ത് ഈ യഹൂദന്മാർ രാജ്യത്തിനൊരു ശാപമാണ്, നമ്മളെ അനുസരിക്കാത്തവരാണ്, അവരെ കൊന്നുമുടിക്കണം എന്നൊരു നിയമം അന്നത്തെ പേർഷ്യൻ പാർലമെന്റില് അവരുടെ രാജസദസ്സില് ഒരു നിയമമായി കൊണ്ടുവന്നു. So he paid bribes to the king. He deposited money into the king's treasury and made a law in that meets at Persian's parliament that we have to somehow annihilate all the Jews. ഇന്നത്തെ ഇറാൻ ഇസ്രായേലിനെ ഇല്ലാതാക്കാനായിട്ട് അവർ എല്ലാ പരിശ്രമങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അന്നത്തെ ഇറാൻ എന്ന് പറയുമ്പോൾ ഇസ്രായേലിന് രാജ്യമില്ല, ആയുധങ്ങളില്ല, അവരിവരുടെ അടിമകളാണ്. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള രാജ്യങ്ങളിൽ ഭരിക്കുന്നവരാണ് ഇറാൻ. ഇന്നത്തെ ഇറാനേക്കാൾ ശക്തരാണ് അവരെന്ന്. Even though today's Iran is also wanting to destroy Israel, those days Iran, they had lot of provinces under them, and though Israel had no weapons under them or no nation under them, but still they wanted to destroy and destroy the Jews completely. പേർഷ്യൻ സാമ്രാജ്യത്തിൽ അടിമകളായി കഴിയുന്ന യഹൂദന്മാർ ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള യഹൂദന്മാരെ കൊള്ളയടിക്കാനും ബലാത്സംഗം ചെയ്യാനും കൊല്ലാനും സൈന്യത്തിന് മാത്രമല്ല പ്രജകൾക്ക് കൂടി ഗവൺമെന്റ് അനുവാദം കൊടുക്കുകയാണ്. The government had passed a decree not only for the army but for all the subjects who were there from India to Ethiopia. If they found any Jew, they were to kill them on this certain day. മൊർദെഖായിയെ കഴുകുമരത്തിൽ തൂക്കാനായിട്ട് കഴുകുമരവും ഉണ്ടാക്കി ക്രമീകരിച്ചിരുന്നു. Mordecai to kill Mordecai, to hang him, Haman had also created the gallows to hang him on. പക്ഷേ എസ്തേറിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. But the book of Esther teaches us a great truth. ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ അവർ കഴിഞ്ഞില്ല. They could not destroy Israel. രാജ്യമില്ലാതിരുന്ന, ആയുധമില്ലാതിരുന്ന, though Israel did not have any nation or weapons under them,
സംഘടിത ബലമില്ലാതിരുന്ന, they didn't have their own any army strength. ഇറാന്റെ ഭരണത്തിന്റെ കീഴിലായിരുന്ന, They were under the reign of this emperor. അവിടെയുള്ള പ്രജകൾക്കും സൈന്യത്തിനും അവരുടെ നിയമത്തിനും അവരെ ഇല്ലാതാക്കാൻ, ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. The army, the subjects under them, the king or the law could not destroy the Jews. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു, ലേവ്യ പുസ്തകം 26:44 ഇസ്രായേല്യർ ശത്രുക്കളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ അവരെ നിർമൂലമാക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് ദൈവം അരുളി ചെയ്ത വചനങ്ങൾ. Last week we had meditated on this verse in Leviticus chapter 26 verse 44. Though they are taken off in the land of the enemies, I will not cast them away, nor shall I abhor them. ഇത് ഹിസ്ബുള്ളയും ഹമാസിന്റെ ആൾക്കാരും അതുപോലെ അറബ് ലീഗും ഇറാനും ഒക്കെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു. If this fact was understood by Hezbollah or Hamas or Arabians or Iran, it would have been a better. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവരെ ഇല്ലാതാക്കാൻ ഇറങ്ങി പുറപ്പെടാതിരിക്കുമായിരുന്നു. ഈ നഷ്ടങ്ങളും കഷ്ടങ്ങളും സഹിച്ച് കണ്ണുനീരൊഴുക്കേണ്ട, യാചിക്കേണ്ട, നിലവിളിക്കേണ്ട അവസ്ഥ ഉണ്ടാകുകയുമില്ലായിരുന്നു. If they knew that basic truth, they did not have to spend all their efforts and the way that they went into begging and in tears. They did not have to go through those difficulties. ദൈവം ജൂതന്മാർക്കാണ് ആദ്യത്തെ വേദം കൊടുത്തതെന്ന് ഈ ഹമാസിന്റെ ആൾക്കാർക്ക് അറിയാം. This Hamas people, even though they knew that the Jews were the ones who were chosen by God. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മൂന്നാം വേദം ലഭിച്ച ക്രൈസ്തവരോട് ചോദിച്ച് പഠിക്കണമെന്നുമുള്ള കാര്യവും ഈ ഇറാന്റെ ആൾക്കാർക്കറിയാം. The people of Iran also knew, if you need anything, that you need to understand the people of this Bible and what they are having. അവരത് പഠിച്ചിരുന്നെങ്കിൽ, അത് അവരനുസരിച്ചിരുന്നെങ്കിൽ പലസ്തീനയിൽ ഒരു കുട്ടി പോലും കൊല്ലപ്പെടുകയില്ലായിരുന്നു, ഒരാക്രമണവും ഉണ്ടാകുകയില്ലായിരുന്നു, സമാധാനമായി സ്വസ്ഥമായി അവർക്ക് കഴിയാമായിരുന്നു. If they had studied it and known its significance, no daughter of Philistine or anyone in Palestine had to die or go through the destruction. ഇനിയെങ്കിലും ഈ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കി അടിമേടിക്കുന്നത് കുറയ്ക്കണമേ എന്ന് ഞാൻ ഇവരോടെല്ലാം അപേക്ഷിക്കുകയാണ്. Even at least now, understanding the word of God and the significance of the Bible, they would follow through and reduce the beatings that they receive. ലോകത്തിലെ എല്ലാ മണൽത്തരികളും ഓരോ ആറ്റം ബോംബുമായി കൊണ്ടുവന്നാലും ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഒരുത്തനും കഴിയില്ല. Even if the whole world comes with all their atom bombs to try to destroy Israel, no one can destroy them. അതിന്റെ കാരണം ഇസ്രായേൽ നല്ലവനായതുകൊണ്ടല്ല. It's not the reason that they are good on their own. അവൻ കരുത്തനായതുകൊണ്ടുമല്ല. It's not that they are talented or having good experience. അവന്റെ മികവല്ല. It is not their pride or their achievements. അവൻ ഇറാന്റെ മുൻപിൽ മുട്ടടിക്കാൻ പോകുന്ന കാര്യം ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കും. We will see how they are going to come against Iran in the coming episode. We will see, God willing. ഇറാന്റെയും റഷ്യയുടെയും മുൻപിൽ ഇസ്രായേൽ മുട്ടടിക്കാൻ പോകുന്ന കാര്യം ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കും. If God willing, before Russia and Iran, how Israel will confront them, we will see in the coming week. ഇസ്രായേൽ നശിക്കാത്തതിന്റെ ഒറ്റ കാര്യമേ ഉള്ളൂ. Only one thing, that Israel is not being destroyed. നല്ലവനായ എന്റെ ദൈവം, the God who is good. സത്യവാനായ എന്റെ ദൈവം, my God who is truthful. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എന്റെ ദൈവം, the God who created the heavens and the earth, my God. ഏക സത്യമായ യഹോവ, the only truth Jehovah God. ബൈബിളിൽ ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുൻപ് in Bible 3500 years ago പറഞ്ഞത് എഴുതി വെപ്പിച്ചിരിക്കുന്നു. what he had said is written down here. ഇസ്രായേൽ നിർമൂലനം ഞാൻ അനുവദിക്കുകയില്ല. I will not allow them to utterly destroy Israel. ദൈവത്തിന്റെ വാക്കിനെ ഖണ്ഡിക്കുവാനോ എതിർക്കുവാനോ
കരുത്തുള്ള ഒരുത്തനും ഇതുവരെയും ജനിച്ചിട്ടില്ല, ഇപ്പോൾ ജീവിക്കുന്നില്ല, നാളെ ജനിക്കുകയുമില്ല. പിന്നെ ഈ പുതിയതായി ജനിച്ച നായ്ക്കുട്ടികൾ സൂര്യനും ചന്ദ്രനും ഒക്കെ ഉദിക്കുമ്പോൾ കുരയ്ക്കാറുണ്ട്. അതിങ്ങനെ പോകുമ്പോൾ ഇവർ കുരച്ചത് കൊണ്ട് പോകുന്നതായിട്ട് അവർക്ക് തോന്നാറുമുണ്ട്. കുറെ കഴിയുമ്പോൾ അവര് കുര നിർത്തിക്കൊള്ളും. There's none who was born or who is living now or is said to be born who can stand against the word of God. He said there can be some new dogs who can bark at the moon and sun and think that they are moving, but they will stop their barking. ഇറാൻ ബൈബിളുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. So the nation of Israel, Iran is one nation which is very closely related to Bible. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സിംഹത്തിന്റെ വായോടും പുള്ളിപ്പുലിയുടെ ഉടലോടും കരടിയുടെ കാലോടും 10 കൊമ്പുകളോടും കൂടി വരുന്ന ഒരു മൃഗത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. In Revelation chapter 13, we see a beast with like a leopard, feet like a bear, and mouth like a lion. അത് ക്രിസ്തുവിന്റെ ഭരണമാണ്. That is the reign of Antichrist. ആ ഭരണത്തിൽ ഇസ്രായേൽ ഭയാനകമായി പീഡിപ്പിക്കപ്പെടും. In that reign of Antichrist, Israel will be persecuted and utterly afflicted. ആ മൃഗത്തിന്റെ കാല് ചിത്രീകരിക്കുന്നത് ദാനിയേൽ പ്രവചനം 7 നോക്കിയാൽ അറിയാം, അത് കരടിയുടെ കാലാണ്, അത് ഇറാനാണ്. The feet is of a bear, and when you coordinate with Daniel 7, it is signifying Iran. അതുകൊണ്ട് ഒരു ബൈബിൾ വിദ്യാർത്ഥിക്ക് അവർ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ്, ഒരു രാജ്യമാണ് ഇറാൻ. Therefore, for a student of the Bible, it is very essential for us to understand the significance of this nation of Iran. ഇനി ഇറാന്റെ അല്ലെങ്കിൽ മേദ്യ പേർഷ്യയുടെ രംഗപ്രവേശനത്തെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ മഹാനായ സൈറസ് കോറസ് ചക്രവർത്തിയെ കുറിച്ച് അദ്ദേഹം ജനിക്കുന്നതിന് മുൻപ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങൾ നമുക്ക് നോക്കാം. So we will see how the Medes and Persians they entered into the scene and how Cyrus king was prophesied even before he was born. ഇറാനെ കുറിച്ച് കുറെ നല്ല കാര്യവും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. There are certain good things also said about Iran in Bible. പക്ഷെ നല്ല കാര്യങ്ങൾ എഴുതിയ കാലഘട്ടം എന്ന് പറയുമ്പോൾ ക്രൈസ്തവ മതവും ഇസ്ലാം മതവും ഉണ്ടാകുന്നതിന് മുൻപുണ്ടായിരുന്ന ഇറാന്റെ കാലഘട്ടമാണ്. It is, if good things are spoken, it is about the season where Iran was present before even Christian or Muslim people existed. ഈ രണ്ട് മതവും അവരുടെ ഇടയിലേക്ക് വരുന്നതിന് മുൻപ് ഇന്നേക്ക് 22,500 വർഷങ്ങൾക്ക് മുൻപുള്ള പ്രവചനമാണ് നമ്മൾ ഇപ്പോൾ വായിക്കാൻ പോകുന്ന ഇറാനെ കുറിച്ചുള്ള പ്രവചനം. The prophecies that we are going to read was about 2,500 years ago, even before these two religions existed, the Christians and the Muslims. പ്രവാചകനായ യെശയ്യാവിന്റെ പ്രവചനമാണ്. It is the prophet Isaiah. അദ്ദേഹം പ്രവചിക്കുന്ന നമ്മൾ യെശയ്യാ പ്രവചനം 44-ന്റെ അവസാന വാക്യങ്ങളിലും 45 മുതലുള്ള വാക്യങ്ങളിലും വായിക്കാം. ഞാൻ മലയാളത്തിൽ വായിക്കാം, ഡോക്ടർ ഇംഗ്ലീഷിൽ വായിക്കണം പ്ലീസ്. അതിന്റെ 28-ാം വാക്യം, 44-ന്റെ 28. കോരശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെ നിവർത്തിക്കും എന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. Isaiah 44:28 it says, who says of Cyrus, he is my shepherd, and he shall perform all my pleasure, saying to Jerusalem, you shall be built, and to the temple your foundation shall be laid. ഇറാന്റെ കരുത്തനായ സൈറസിനെ കുറിച്ചുള്ള പ്രവചനമാണ്. It is about the emperor of Iran, Cyrus. ഈ അടുത്ത സമയത്ത് ഈ ഷാ ഫാമിലിയിൽപ്പെട്ട ഒരാള് പുതിയതായിട്ട് ഇറാന്റെ ഭരണകർത്താവാകാനുള്ള ആഗ്രഹത്തോടു കൂടി അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഞാൻ കഴിഞ്ഞ ആഴ്ച കേൾക്കുകയുണ്ടായി. Recently I heard a speech from a person belonging to a Shah family who wanted to take over the rule of Iran. അയത്തുള്ള ഖൊമൈനിയുടെ പ്രഭാഷണവും കേൾക്കുകയുണ്ടായി. I had heard about the Ayatollah Khamenei's speech also. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഭാഷണവും ട്രംപിന്റെ പ്രഭാഷണവും ഒക്കെ കേൾക്കുകയുണ്ടായി. I heard the Benjamin Netanyahu speech and Trump's speech also. പക്ഷേ ഇദ്ദേഹം ഈ ഇറാനിയൻ പറഞ്ഞ കാര്യങ്ങളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ. അദ്ദേഹം ഈ സൈറസിനെ കുറിച്ച്, സൈറസ് ദ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞാണ് തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്.
This Iranian spoke this speech and he ended up with Cyrus the Great. He mentioned about him. ഇവിടെ ഈ മഹാനായ കോരസ് അല്ലെങ്കിൽ ബാബിലോണിനെ കീഴടക്കി പേർഷ്യൻ സാമ്രാജ്യം ഇവിടെ സ്ഥാപിച്ച ഈ സൈറസിനെ കുറിച്ച് അല്ലെങ്കിൽ കോരസിനെ കുറിച്ച് അദ്ദേഹം ജനിക്കുന്നതിന് മുൻപ് യെശയ്യാവിലൂടെ നടത്തിയ പ്രവചനമാണ് നാം ഇവിടെ വായിച്ചത്. Here we read this prophecy which is spoken about Cyrus even before he was born. കോരസ് എന്റെ ഇടയൻ, Cyrus, he is my shepherd. അവൻ എന്റെ ഹിതമൊക്കെ നിവർത്തിക്കും. He will perform all my pleasure. അവൻ യെരൂശലേം പണിയും അല്ലെങ്കിൽ മന്ദിരത്തിന് അടിസ്ഥാനമിടുവാൻ അവൻ മുഖാന്തരമാകും, അവൻ കൽപ്പിക്കും. He will build Jerusalem and he will declare for the foundation of the temple to be laid. ഈ പ്രവചനം നടക്കുമ്പോൾ അന്നുണ്ടായിരുന്ന അതിന്റെ പശ്ചാത്തലം നിങ്ങൾ അറിഞ്ഞിരിക്കണം. We need to understand the background, how when this prophecy came. ശലോമോന്റെ കാലത്ത് പണിയപ്പെട്ട മനോഹരമായ ഒരു ദേവാലയം യഹൂദനുണ്ടായിരുന്നു മോറിയ കുന്നിൽ. There was a wonderful temple that was built by Solomon in the mountain of Moriah. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയങ്ങളിൽ ഒന്നായിരുന്നു ജെറുസലേം ദേവാലയം. It was one of the big temples that was built in the temple in Jerusalem. ആ ദേവാലയം ഏകദേശം BC 587 കാലങ്ങളിൽ ഇറാഖ് ആക്രമിച്ച് തകർത്ത് കളഞ്ഞു. That was destroyed in BC 587. അതിൽ 5400 ഉപകരണങ്ങൾ അവരെടുത്തുകൊണ്ട് പോയി. They had stolen off 5400 articles. ജൂദയുടെ രാജ്യം, ആ ഭൂവിഭാഗം അവര് ഇറാഖിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചു. The region of Judah they had taken as the part of Iran. അങ്ങനെ യഹൂദന്മാർ ലോകമെമ്പാടും ചിതറപ്പെട്ടു. So in that way Jewish people were scattered all across the world. പക്ഷേ ഇവിടെ ദൈവം പറയുകയാണ്, നെബൂഖദ്നേസർ ദേവാലയം കത്തിച്ചു, അവനും എന്റെ ദാസൻ, എന്നെ അനുസരിക്കാത്ത ദൈവജനത്തെ ശിക്ഷിക്കാൻ ഞാൻ അവനെ ഉപയോഗിച്ചു. But here God is saying, though he didn't obey me, but I used him. എന്നാൽ അടി കിട്ടിയപ്പോൾ ദാനിയേലും എസെക്കേലും ഇരമ്യാവും ഇസ്രയേൽ നെഹമ്യാവും ഒക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതുകൊണ്ട്, but when they were afflicted, the people like Daniel and Ezra and Nehemiah with tears they all prayed. മറ്റൊരു ഭരണകർത്താവിനെ ഞാൻ ആലയം പണിയാൻ എഴുന്നേൽപ്പിക്കും, അവന്റെ പേര് കോരസ് എന്നാണ്, സൈറസ് എന്നാണ്, അവൻ എന്റെ ഹിതം ചെയ്യും. I will raise up another emperor, his name is Cyrus, he will do my will. ഇതിൽ നിന്ന് ഒരു ദൂത് ഞാൻ പറയട്ടെ. I want to share a message from this prophecy. ഞാനും നിങ്ങളും ദൈവത്തിന്റെ വഴികൾ വിട്ടാൽ, if you and me leave the ways of God, രാഷ്ട്രീയപരമായി എന്തെല്ലാം പ്രവർത്തിച്ചാലും നമ്മളെ അടിക്കാൻ പറ്റിയ ഭരണകർത്താക്കളെ തന്നെ ഭരണതലത്തിലേക്ക് കൊണ്ടുവരും. the people people who are ruling authorities, those who are able to torment or bring difficulties will come to the reign. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഭരണകൂടങ്ങൾ നല്ലത് വരാനൊക്കെ പ്രാർത്ഥിച്ചു ഉപസിച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നും ഇലക്ഷൻ കഴിയുമ്പോൾ കണക്കൂട്ടലുകളെല്ലാം തെറ്റിപ്പോകുന്നത് ഈ മർമ്മം മനസ്സിലാകാത്തത് കൊണ്ടാണ്. Because we do not understand the power of the secret is when the counting of the votes is done, it is not according to our favor and we are not understanding its significance. എന്നാൽ ദൈവജനം കരയുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം ഭരണതലത്തിൽ മാറ്റം വരുത്തും. But the people of God cry and repent, the Lord will bring change in the ruling authorities. മറ്റൊരാളെ ആലയം പണിയാൻ ഏൽപ്പിക്കും, അവൻ എന്റെ ഹിതം ചെയ്യും, അവനും എന്റെ ഇടയനാണ് എന്നാണ് കർത്താവ് പറയുന്നത്. He will hand over the responsibility to another person to build up the temple of God. He will do my will and he will be my shepherd. നാം ഒരു കാര്യം ഓർത്തിരിക്കണം, അപ്പോസ്തലന്മാർ മാത്രമല്ല, പ്രവാചകന്മാർ മാത്രമല്ല, ഇടയന്മാർ മാത്രമല്ല, ഉപദേഷ്ടാക്കന്മാർ മാത്രമല്ല, സുവിശേഷകന്മാർ മാത്രമല്ല, ദൈവത്തിന്റെ പദ്ധതി വളരെ വിശാലമാണ്. ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ഭരണതലങ്ങളിലുമുണ്ട്. We need to understand that it's not just the apostles or the prophets or the evangelists or the pastors and teachers who are in the plan of God. God's plan and his purpose is great, and even the anointed people are in the ruling authorities. പക്ഷെ അവരൊക്കെ സ്വർഗത്തിൽ പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് അവരും ദൈവത്താൽ എഴുന്നേൽക്കപ്പെടും.
I'm not saying that they will all land up in heaven, but as the purpose of God to be fulfilled, the Lord will raise them up for that season, for that purpose. എന്നിട്ട് ഈ കോരശിനോട് ദൈവം പറയുന്ന ദൂതാണ് 45-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനങ്ങളിൽ വായിക്കുന്നത്. And the prophecy towards Cyrus is what we read from Isaiah chapter 45, 1 onwards. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. Thus says the Lord to his anointed, to Cyrus, അവനെ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. whose right hand have I held to subdue nations before him, to loose the armor of kings, to open before him the double doors, so that the gates will not be shut. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. I will go before you and make the crooked places straight, and I will break in pieces the gates of bronze and cut the bars of iron. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ. I will who call you by your name, I am the God of Israel. ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന്, that you may know that I, the Lord, am the God of Israel. കാരണം ഈ കോരശിന്റെ ദൈവം യഹോവയല്ല. Because the God of Cyrus was not Jehovah God. അഹോരാമസ്ത എന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്ന ആളായിരുന്നു ഈ കോരശ്. The Cyrus was worshipping a goddess called Ahoras. അഹോരാമസ്ത. അവരുടെ ആൾക്കാരാണ് പിന്നീട് പാഴ്സികളായിട്ട് നമ്മുടെ ഇന്ത്യയിലൊക്കെ വന്നത്. And those people's origin were the Parsis who originated from them. നമ്മുടെ ടാറ്റ ടീമുകളൊക്കെ ഈ കോരശിന്റെ ആൾക്കാരാണ്. This Tata and the families are from this lineage. അതുകൊണ്ടാണ് ടാറ്റ ഗ്രൂപ്പിൽ ഒരു സൈറസ് ഉണ്ടായിരുന്നല്ലോ. That is why even in the Tata group there was a person called Cyrus. ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായിരുന്ന ഫിറൂസ് ഒക്കെ ഈ സൈറസിന്റെ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. The husband of Indira Gandhi, Feroz, was all belonging to this lineage. അതുകൊണ്ടാണ് ദൈവം സൈറസിനോട് ഇങ്ങനെ പറയുന്നത്. That is why the Lord is saying to Cyrus, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ. I, the Lord who calls you by your name, and the God of Israel. ഇസ്രായേലിന്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന്, that you may know that I am the God of Israel. ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളും I will give you the treasures of darkness, മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും, and hidden riches of secret places. എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും for Jacob my servant's sake, എന്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. and Israel my elect, I have even called you by your name. ഞാൻ നിന്നെ വിളിക്കുന്നത് വേറൊരാൾക്ക് വേണ്ടിയാണ്, നീ നല്ലവനായിട്ടൊന്നുമല്ല. I am calling you, it's for someone else, not because you are good. തുടർന്ന് നമ്മളിങ്ങനെ വായിക്കുകയാണ്, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. Even though you have not known me, I have named you. ഇതൊരു അത്ഭുതമായില്ലേ? നമ്മൾ പലരെയും നമ്മൾ അറിയാതിരിക്കുമ്പോൾ ദൈവം വിളിച്ചു. What a wonderful thing it is that among many of us, even when we did not know him, he called us. എനിക്ക് ഏകദേശം 6 മാസം പ്രായമുള്ളപ്പോൾ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ വെച്ച് ഒരു ദൈവഭക്തൻ എന്നെ കരങ്ങളെടുത്ത് പ്രാർത്ഥിച്ചതാണ്. When I was 6 months old in Alapura, in a boat, a man of God took me in his arms and prayed for me. എന്റെ അച്ഛനും അമ്മയും യാത്രയ്ക്ക് വേണ്ടി ആ ബോട്ട് ജെട്ടിയിൽ ബോട്ട് കാത്തിരിക്കുന്ന സമയമാണ്. My father and mother were preparing for a journey in that boat. ഒരു വൃദ്ധനായ മനുഷ്യൻ അവിടെ വന്നു. An old man came there. എന്നെ കോരിയെടുത്തു. He took me up. അദ്ദേഹത്തിന്റെ കരങ്ങളിൽ വെച്ച് അദ്ദേഹം കണ്ണുകൾ അടച്ചു. He kept me in his arms and closed. എനിക്കായി പ്രാർത്ഥിച്ചു. He prayed for me. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. From his eyes the tears fell down. പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്നെ എന്റെ അമ്മയുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിച്ചു. After he prayed, he handed me over to my mother. എന്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് നൽകി. And he gave a chocolate in my hand. അദ്ദേഹത്തിന്റെ ബോട്ട് അപ്പോഴേക്കും വന്നിരുന്നു. His boat had arrived by then. ഞാൻ ആ ബോട്ടിൽ ഓടിച്ചെന്ന് കയറി. He went into that boat and went off. എന്റെ മൂത്ത സഹോദരൻ ഇതെല്ലാം കണ്ടിങ്ങനെ നിൽക്കുകയാണ്. My elder brother is seeing all this and seeing. അപ്പൊ ഈ വൃദ്ധനായ മനുഷ്യൻ എന്നെ കരങ്ങൾ എടുത്തപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ കൊട അവിടെ ഒരു ബെഞ്ചിൽ ചാരി വെച്ചിട്ടാണ് എന്നെ കരങ്ങൾ എടുത്തത്. When this elderly man took me up in his arms, he had used one umbrella, he kept it there and he took me in his arms. ബോട്ട് വന്നപ്പോൾ ആ കൊട എടുക്കാൻ അദ്ദേഹം മറന്നുപോയി, ഓടിപ്പോയി. When the boat came, he forgot to take that umbrella, he went off. എന്റെ ജ്യേഷ്ഠൻ ആ കൊടയുമായിട്ട് പുറകെ ഓടി. Then my brother went hurrying with the umbrella. പക്ഷെ ആ ബോട്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് അദ്ദേഹത്തിന് അത് പിടിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ കൊട എടുത്തോളാൻ പറഞ്ഞു.
because the boat had already left the platform, he couldn't catch the umbrella. He said, "You only take the umbrella." ആ കൊടയുമായിട്ട് ഓടിയ എന്റെ ജ്യേഷ്ഠനാണ് ഈ കാര്യം എന്നോട് പറഞ്ഞത്. That elder brother who ran with that umbrella is who told this experience to me. ഞാനത് അറിഞ്ഞിരുന്നില്ല. I also did not know. പക്ഷേ ഞാൻ അറിയാതിരുന്ന കാലത്ത്, ഞാൻ സ്നേഹിക്കാതിരുന്ന കാലത്ത് എന്റെ പേര് ചൊല്ലി കർത്താവ് വിളിച്ചത് കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഇടയായത്. Even when I didn't know him, God who called me by name and showed me his love, that is why I'm able to speak in front of you in this time. കോവിഡും ന്യൂമോണിയയും ബാധിച്ച് ഡോക്ടർമാർ കൈവിട്ടുപോയി എന്ന് മെഡിക്കൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടും എനിക്ക് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുവാൻ കഴിയുന്നത് ആ ദൈവത്തിന്റെ വിളിയാണ്. When medical science had written me off because of COVID and pneumonia and that I would die off, the Lord who sustained me and able to make me to talk in front of you, it is only his grace. ഇത് ഒരുപക്ഷേ നിങ്ങളുടെയും അനുഭവങ്ങളായിരിക്കാം. Many of these may be your experiences also. ആരെല്ലാം ദൈവത്തിൽ നിന്ന് പറഞ്ഞാലും നമുക്കത് പറയുവാൻ കഴിയുകയില്ല. Even if many people say that there is no God, we cannot say that. ദൈവം പറയുകയാണ്, നിന്നെ പേർചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ. നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറുവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. The Lord is saying, I will give you the treasures of darkness and hidden riches of secret places, that you may know that I, the Lord, who calls you by your name, am the God of Israel. എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃദ്ധനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. For Jacob my servant's sake and Israel my elect, I have even called you by your name. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. I have named you though you have not known me. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. I am the Lord and there is no other. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. There is no God besides me. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. I will gird you though you have not known me. സൂര്യോദയത്തെങ്കിലും അസ്തമയത്തെങ്കിലും ഉള്ളവൻ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് അറിയേണ്ടതിന് തന്നെ ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. That they may know from the rising of the sun to its setting that there is none beside me. I am the Lord and there is no other. ഇനി ഈ പ്രവചനം മനസ്സിലാക്കണമെങ്കിൽ അല്പം ചരിത്രം കൂടെ നമ്മൾ മനസ്സിലാക്കണം. If you have to understand this prophecy, we need to also understand the history behind it. ബാബിലോൺ സാമ്രാജ്യം നിലനിൽക്കുകയാണ്. The kingdom of Babylon is going on further. ഇസ്രായേലിന് ആലയമില്ല. There is no temple for Israel. അവനൊരു ആലയം ഉണ്ടാകാൻ ഒരു ഭരണകർത്താവ് എഴുന്നേറ്റ് വരണം. And for the temple to be built, there should be an emperor in favor of it. എന്ന് പറഞ്ഞാൽ ഒരു ബാബിലോൺ സാമ്രാജ്യം പരാജയപ്പെടണം. That means the Babylon province has to be dominated. നീണ്ട 70 വർഷമാണ് ബാബിലോൺ സാമ്രാജ്യം ഇവിടെ നിലവിൽ നിന്നതും ഇസ്രായേൽ മക്കൾ അവരുടെ അടിമകളായി കഴിഞ്ഞതും. The Babylon province was there for 70 years and Israel was subject to them. ഇനി ആ ചരിത്രത്തിലേക്ക് ഞാൻ പറയട്ടെ. പേർഷ്യയില് ഒരു കുട്ടി ജനിച്ചു. There was a baby born in Persia. ആ കുട്ടിക്ക് അവർ കോറസ് അല്ലെങ്കിൽ സൈറസ് എന്ന് പേരിട്ടു. They named the baby Cyrus. മാതാപിതാക്കൾക്ക് അറിയത്തില്ല ഇത് ദൈവം പറഞ്ഞതുകൊണ്ടാണ് അവർ ആ പേരിടുന്നതെന്ന്. Parents did not know that it is because God told them that they are putting that name. കോറസിന് അറിയത്തില്ല താൻ ജനിക്കുന്നതിന് മുൻപ് ദൈവം പറഞ്ഞ പേരാണെന്ന്. Cyrus did not know that before he was born that God had already told that name. അങ്ങനെ ദൈവം തെരഞ്ഞെടുത്തുകൊണ്ടായിരിക്കും സൈറസ് ദ ഗ്രേറ്റ് എന്നാണ് ഹിസ്റ്റോറിയൻസ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. That is why since God has chosen, historians call him Cyrus the Great. ഇദ്ദേഹത്തിന്റെ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അന്ന് കളിമണ്ണാണല്ലോ, കളിമണ്ണിൽ എഴുതി വെച്ച പ്രഖ്യാപനങ്ങൾ ലോകപ്രസിദ്ധമാണ്. അത് UNOയിൽ ഉണ്ടായിരുന്നു. ആ സിലിണ്ടർ കണ്ടെടുത്തിട്ട് നമ്മുടെ ശശി തരൂർ അവിടെ UN സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഇറാൻ ഇടപെട്ട് ആ സിലിണ്ടർ ആവശ്യപ്പെട്ട ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. ഈ സൈറസിന്റെ സിലിണ്ടർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഇന്ന് നിലവിലുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിലിണ്ടർ ഓഫ് സൈറസ് എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാവുന്നതാണ്. If you type in cylinder of Cyrus, you can see about the speeches that he had spoken and how it was preserved and how Shashi Tharoor was, when he was a UNO, he had requested that it be made available, and even now it is possible for us to take a look at it. ഞാൻ ഇതൊക്കെ പറയുന്നത് എനിക്കൊരു ഉദ്ദേശമുണ്ടെന്ന് പറയുന്നില്ല. There is a reason that I am saying all this. ബൈബിളിൽ അമ്മൂമ്മ കഥകളൊന്നുമില്ല.
There is no fables written in the Bible. ബൈബിളിൽ ഒരു സമുദ്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നുമുണ്ട്. If there's a sea that is written in the Bible, it is there now. ബൈബിളിൽ ഒരു പർവ്വതത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നുമുണ്ട്. If there's a mountain mentioned in the Bible, it is present even today. ബൈബിളിൽ ഒരു രാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഭരണകർത്താത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹിസ്റ്റോറിക്കലായിട്ട് തെളിയിക്കാൻ കഴിയും. If there's a region or if there's a empire that is mentioned, we can historically establish it. ആ ചിന്തയിലേക്ക് പോകാനാണ് ഞാൻ ഈ സിലബസിന്റെ കാര്യം അവിടെ ഇവിടെ എല്ലാം പോകുന്നത്. അല്ലാതെ പ്രസംഗശാസ്ത്രത്തിന്റെ അതിന്റെ ഉള്ളിൽ നിൽക്കാതെ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കടന്നു പോകുന്ന അതുകൊണ്ടൊക്കെയാണ്. To bring out that evidence and to bring out that background is why I told about all these. ഇനി ഈ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ അവരുടെ തലസ്ഥാന നഗരിയുടെ ഒരു ചെറിയ ചരിത്രം എന്ന് പറയാം. I will just share a small history of the capital of this Babylon. ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായ ഹാങ്ങിങ് ഗാർഡൻ ഈ ബാബിലോൺ പട്ടണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. One of the 7 wonders of that world, the hanging gardens were there in Babylon. യൂഫ്രട്ടീസ് നദിയുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം ചുറ്റളവിലുള്ള ഒരു നഗരമായിരുന്നു അന്നത്തെ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ രാജനഗരി. It was a region about 15 kilometers around the river of Euphrates. This great city of Babylon was there. അന്ന് 2 കൂറ്റൻ മതിലുകളാൽ ഈ പട്ടണം, പ്രത്യേകിച്ച് രാജധാനി, സംരക്ഷിക്കപ്പെട്ടിരുന്നു. This great capital city was guarded by a double-layered wall. അതിന്റെ മുകളിൽ കാവൽ ഗോപുരങ്ങളിൽ ആയുധങ്ങളുമായിട്ട് ഇറാഖി പട്ടാളക്കാർ സദാസമയം കാവൽ നിൽക്കും. The width of that wall was so big enough that even the chariots could stand on it and be on guard. യൂഫ്രട്ടീസ് നദി 15 കിലോമീറ്റർ അതിന്റെ ഉള്ളിലൂടെ ഒഴുകുകയാണ്. Euphrates river for 15 kilometers it was flowing inside the city. ആ നദി നീന്തിയെങ്കിൽ മാത്രമേ ഈ മതിലിന്റെ അടുക്കൽ വരാനൊക്കൂ. If you can swim across the river, you can come near the wall. ആ മതിലുള്ള വാതിൽ താമരവാതിലാണ്. And the doors of this wall was bronze doors. അവിടെ കാവൽക്കാരുണ്ട്. There are soldiers there. അത് ഇരുമ്പോടാമ്പലുകൾ കൊണ്ട് ബന്ധിക്കും. And it is all embedded with bronze. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ഇറാന്റെ കയ്യിലിരിക്കുന്ന പോലുള്ള മിസൈലുകളോ ആയുധങ്ങളോ ഒന്നും ഇല്ലല്ലോ അന്ന്. 2500 years ago, the missiles that they didn't have that time. അന്നത്തെ ഏറ്റവും വലിയ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കുതിര, പിന്നെ രഥങ്ങൾ, അമ്പ്, വില്ല്, ഇതൊക്കെ ഉള്ളൂ. The weapons they used that time was the chariots, the arrows, all that they bow and arrows. ഒരു കോടി പട്ടാളക്കാർ വന്നാലും എന്നെ ചെയ്യാനൊക്കും. Even if 1 crore soldiers come, what will they do? ഈ മതിലിനെയും താമ്രത്തെയൊക്കെ വാതിലിനെയൊക്കെ എങ്ങനെ തകർക്കാൻ കഴിയും? How will they come against this wall and this bronze door? ഈ നദി എങ്ങനെ ക്രോസ് ചെയ്യാൻ കഴിയും? How can they cross this river? അതിനകത്താണ് ഈ ബാബിലോണിലെ ചക്രവർത്തിയുടെ ദൈവമായ മർദൂക്കിന്റെ ക്ഷേത്രം. And inside that was the temple of this Babylonian king, the temple gods of Marduk. അവിടെയാണ് യെരുശലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുപോയ 5400 ഉപകരണങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നത്. And in that place where this 5400 articles which were taken from the temple of Jerusalem were dedicated in this temple. ആ ഇരുട്ടിലെ നിക്ഷേപങ്ങൾ എടുത്ത് ഇവർക്ക് കൊടുക്കുന്ന ഒരു കോരസ് എഴുന്നേൽക്കുമെന്നാണ് പ്രവചനം. And the prophecy is those things, the treasures of darkness will be taken and given back to the people, is regarding the prophecy regarding Cyrus. ആ കോരസിനു വേണ്ടി ആഴികൾ വറ്റുമെന്നും വെള്ളം വറ്റിപ്പോകുമെന്നും താമ്രക്കഥകൾ തുറന്നിരിക്കുമെന്നും ഇരുമ്പോടാമ്പലുകൾ ഖണ്ഡിക്കപ്പെടുമെന്നാണ് പ്രവചനം. And the prophecy regarding him is that God will go open before him the double doors, the bronze doors will be taken off and the crooked place will be made straight, is what is the prophecy. ബുദ്ധിയുള്ള ഒരുവനും ഈ പ്രവചന കാലത്ത് അത് വിശ്വസിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. So those who had wonderful logic and they were reasoning out, when the prophecy was spoken, they would have definitely told this will not be fulfilled. ഞാൻ മാനുഷികമായ ബുദ്ധിയാണ് പറയുന്നത്. ഏറ്റവും വലിയ മാനുഷിക ബുദ്ധി ആയിരിക്കും ഒരു പക്ഷേ ഏറ്റവും വലിയ മണ്ടത്തരം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വലിയ ബുദ്ധിമാന്മാർക്ക് ഇത് വിശ്വസിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. I'm talking about the human mind. Even the greatest human intelligence sometimes is the greatest foolishness. Even the only learned people would have thought this would not be fulfilled. ഈ പ്രവചനം നിവർത്തിക്കപ്പെടാൻ സാധ്യതയില്ലെന്ന് 1000 ന്യായമായ കാരണങ്ങൾ നിരത്തിവെക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. They could have said 1000 reasons why this prophecy will not be fulfilled. ദൈവമാണ് പറഞ്ഞത്, അത് നിറവേറി നോക്കും. But it is God who spoke and it was fulfilled.
ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് പോകാം. Now let's go to the history of it. BC 539 ഒക്ടോബർ മാസം 29 In BC 539, October 29. ഇവിടേക്കും ഈ പേർഷ്യയിൽ കൊരസ് എന്ന് പറയുന്ന കുട്ടി ജനിച്ചു, അവൻ വളർന്നു, അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഒരു നാളിൽ ബാബിലോൺ കീഴടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആൾക്കാരത് ഭ്രാന്താണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. When he was born and he is going around saying that I will one day subdue Babylon, and people think that he is mad, but he is still going around saying like that. ദൈവം നിയോഗമുള്ളവന് ഈ മതിലോ താമരക്കടവോ യൂഫ്രട്ടീസ് നദിയോ മർദൂക്കോ ഒന്നും വിഷയമല്ല. When the calling of God is upon a person, this bronze doors or this Euphrates river or any other obstacle is not a great matter to him. ഇതൊന്നും അവന്റെ കരങ്ങൾ കൊണ്ടല്ലല്ലോ. Because it was not made by his own hand. സർവശക്തനായ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ. There is nothing impossible with the Almighty God. അതുകൊണ്ട് അവൻ ഒരു ഭ്രാന്തനെ പോലെ അങ്ങ് വിശ്വസിക്കും. Therefore, as a mad person, he believed it totally. പക്ഷെ ആ ബുദ്ധിയാണ് ഏറ്റവും വലിയ ബുദ്ധി. Because that mind is the greatest mind. ഞാൻ ഒരിക്കല് ഒരു മാനസിക ആശുപത്രി, കുതിരവട്ടത്തെ ഒരു മാനസിക ആശുപത്രി പോയി. Once I had visited a psychiatric hospital in Kudirvattam. അപ്പോൾ പല ആൾക്കാരെയും കണ്ടു, പ്രാർത്ഥിച്ച് ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഗോഡിലെ പാസ്റ്റർ VT എബ്രഹാം ഉണ്ട്, അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോയത്. പ്രാർത്ഥിച്ചു പോവുകയാണ്. Pastor VT Abraham had taken us there. We met some patients and we prayed and we were going forward. ഒരാളെടുത്ത് ചെന്നു. We went to one person. അപ്പൊ അദ്ദേഹം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറിനോട് എന്ന് പറഞ്ഞു. After prayer he said, sir, I want to share one thing to you. അപ്പൊ അദ്ദേഹം ഒരു മുറിക്കകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. He was lying down in one room. ആ അടിയിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം എന്റെ തല മുതൽ കാല് വരെ നോക്കി. He hold on to the bars and from my head to the toe he saw me. അപ്പൊ ഞാൻ ഉപദേശിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. He understood that I am a preacher. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറ് എക്സർസൈസ് ചെയ്യണം കേട്ടോ എന്ന്. Then he told me, sir, you need to do exercise. ശരിയല്ലേ? അയാളെ ഞാൻ മാനസിക രോഗിയായി തള്ളുന്നതാണോ അതോ അയാൾ പറഞ്ഞതല്ലേ വാസ്തവത്തിൽ ശരി? Isn't it true that I don't know whether he was like mentally challenged, but what he said was true. Anyway, ഈ കോറസിനെ ഒരു മാനസിക രോഗിയായിട്ടാണ് ഇപ്പോൾ ആൾക്കാർ കാണുന്നത്. Now the Cyrus is being seen as a mad person. പക്ഷെ അയാൾ പറയുകയാണ്, ഞാൻ ബാബിലോണിൽ ഇറാന്റെ കൊടി ഉയർത്തും. He is saying that I will raise up this flag of Iran in. ഈ രണ്ട് മതിൽ എനിക്ക് വിഷയമല്ല. This double wall is not a great matter to me. അതിന് 87 അടി ഖനമുണ്ടെങ്കിലും, even though it has 87 pillars, അതിന്റെ മുകളിൽ ആയിരക്കണക്കിന് പട്ടാളക്കാർ അമ്പും വില്ലുമായി നിൽക്കുന്നുണ്ടെങ്കിലും, even though there are thousands of armies standing on top of it with all യൂഫ്രട്ടീസ് നദി ഇങ്ങനെ ഒഴുകുന്നുണ്ടെങ്കിലും, even though the Euphrates river is flowing forcefully, ഞാൻ ഇതിനെ ചാടിക്കടക്കും. I will leap over it. സമയം വന്നു. The time came. അന്ന് നെബൂഖദ്നേസർ ആണ് ബാബിലോണിന്റെ ചക്രവർത്തി. And at that time Nabonidus was the emperor of Babylon. നെബൂഖദ്നേസറിന്റെ മകളുടെ മകൻ, കൊച്ചുമകൻ ബെൽഷസ്സർ ഈ നെബൂഖദ്നേസറിന്റെ മകനാണ്. അല്ലെങ്കിൽ ഈ ബാബിലോണിന്റെ ചക്രവർത്തിയായ ബെൽഷസ്സറിന്റെ കൊച്ചുമകളുടെ ഭർത്താവാണ് നെബൂഖദ്നേസർ. കൊച്ചുമകനാണ് ബെൽഷസ്സർ. അയാളാണ് അന്ന് ബാബിലോണിലെ രാജാവ്. When Nebuchadnezzar's daughter's son was Belshazzar, Belshazzar's related was this Nabonidus. അയാള് അപ്പനില്ല, ചക്രവർത്തിയാണ്. അപ്പനാണ് ചക്രവർത്തി. അദ്ദേഹം അവിടെ ഈജിപ്തിലാണ്, അറബ് രാജ്യത്താണ്. അപ്പോൾ അദ്ദേഹം ഒരു വിരുന്നങ്ങ് നടത്താനാണ് തീരുമാനിച്ചു. That time he didn't have a father. He wanted to have a feast. He wanted to celebrate. അന്നത്തെ രാജാക്കന്മാരുടെ ഇന്നത്തെ രാജാക്കന്മാർക്കും അങ്ങനെയൊക്കെ ആണല്ലോ. ഈയിടെ നമ്മുടെ ട്രംപും പാകിസ്ഥാന്റെ ഒരു മിലിറ്ററി ഓഫീഷ്യലിന് അത്താഴ വിരുന്നൊക്കെ കൊടുത്തില്ലേ? അത് ഈ പണി ഈ ഭരണകർത്താക്കളുടെ പണ്ടേ ഉള്ള ഒരു പണിയാണ്. ഒരു സൈസ് സോപ്പിടിയിൽ പരിപാടിയാണ്. This is like a type of pacifying. Even recently Trump had hosted someone in the army of Pakistan, and here we see this Belshazzar throwing a great party to all those people. അപ്പൊ ഇങ്ങനെ പറഞ്ഞാ വിരുന്നെന്ന് പറഞ്ഞാ
വീഞ്ഞ്, ചാരായം, എല്ലാം ടൈപ്പ്, കുടിക്കാനുള്ളത്, നൃത്തം, ഇഷ്ടംപോലെ ഭക്ഷണം, ഇല്ലാത്ത എല്ലാം ഉണ്ട് അവിടെ. This great feast with lot of wine and alcohol and everything, all the partying things and everything was there. ഇല്ലാത്തത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലേ? How can the things which is not there be there? അവിടെ ഭയങ്കര നൃത്തം നടക്കുകയാണ്. A lot of dance and celebration is happening. ഇത് കോരശ് മനസ്സിലാക്കി. This was understood by Cyrus. ഈ രാത്രിയാണ് ഏറ്റവും പറ്റിയ സമയം. This night is the best night. എല്ലാവരും കുടിച്ചു പൂസാകും. Everyone are drunk and they are off. ആരും ശ്രദ്ധിക്കുകയില്ല. No one will be on vigilant. അയാൾ തന്റെ പട്ടാളക്കാരെ 3 ഗ്രൂപ്പായിട്ട് അങ്ങ് തിരിച്ചു. He divided his army into 3 groups. ഒരു ബറ്റാലിയൻ ഈ യൂഫ്രട്ടീസ് നദിയിലെ ബാബിലോണിൽ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ കുറയേണ്ടതിന് കുറെ മൈലുകൾക്ക് മുൻപിൽ തന്നെ 100 കണക്കിന് കൃത്രിമ ചാനലുകൾ ഉണ്ടാക്കി ഈ വെള്ളം ഇങ്ങനെ മാറ്റിവിട്ടുകൊണ്ടിരുന്നു. One group, they lot of distance away from this Euphrates, they had created various channels so that they can divert this flow of this water. അപ്പോൾ വെള്ളം കുറയുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് നടന്നു വരാം. So when this water level comes down, they can easily pass through that place. താമര കതകുകൾ അന്ന് അടഞ്ഞില്ല. That day the bronze doors was not closed. എല്ലാവരും കോഴിക്കാൽ പിടിക്കാനും കള്ളുകുപ്പി പിടിക്കാനും ഒക്കെ ഓടി. ഈ പട്ടാളക്കാർക്കും എല്ലാം ഒന്ന് പോകാമല്ലോ. അതുകൊണ്ട് കാവൽക്കാരനൊന്നും അവിടെ നിന്നില്ല, എല്ലാം തുറന്നു കിടന്നു. Everything was open. They went to catch the chicken legs and the wine, and they had left the doors open. ഇങ്ങനെ ബെൽഷസ്സർ കുടിച്ചു പൂസായപ്പോൾ അയാൾക്കൊരു ആഗ്രഹം. When this Belshazzar, he was drunk and he was in his high, he has one desire. തന്റെ വല്യപ്പൻ യെരൂശലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയുടെ ആലയത്തിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ ഒന്നിൽ കള്ളു കുടിക്കണം. His grandfather, who had brought the various articles from the temple of Jerusalem, those articles, the cups he wanted to use to drink wine. അവിടെ പാത്രമില്ലാഞ്ഞിട്ടല്ല, not because they didn't have any cups. അക്കാലഘട്ടങ്ങളിൽ തന്റെ ദൈവം ആണ് വലുത് എന്ന് തെളിയിക്കാൻ അവർ പരാജയപ്പെടുത്തുന്ന രാജ്യങ്ങളിലെ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് തങ്ങളുടെ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കും. യെരൂശലേം ദേവാലയത്തിൽ വിഗ്രഹങ്ങളില്ലായിരുന്നു, 5004 ഉപകരണങ്ങളായിരുന്നു, അതാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതിലൊന്നു കൊണ്ടുവന്ന് കുടിച്ചു കഴിഞ്ഞാൽ യഹോവയെ കളിയാക്കുക, എന്റെ ദൈവമാണ്, മർദൂക്കാണ് വലിയ ദൈവം, യഹോവ പരാജയപ്പെട്ടവനാണ് എന്നൊക്കെ തെളിയിക്കാനാണ് അയാൾ ആ പാത്രം എടുക്കാൻ പറഞ്ഞത്. Those days the fact was that the king who dominated the empire, whichever nation they had, they would to bring their articles of gods or goddesses and submit in their own temple. And because the Jewish did not have their own any idols, they had those articles, 5400 articles. One of those cups they wanted to drink and show that they had defeated the God of the Jews, Jehovah God, and to show that their own God Marduk had prevailed. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. One thing I will say in this occasion. ദൈവജനം പാപം ചെയ്തതുകൊണ്ട് ഈ പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകാൻ ദൈവം അനുവദിച്ചു. Because the people of God sinned, the Lord allowed that they would take off all these articles. പക്ഷേ അത് വേറൊരുത്തൻ അഹങ്കാരത്തിന് ഉപയോഗിച്ചാൽ, if someone else uses it by pride, ആലയം കത്തിച്ചാൽ, even if he burns up the temple, ദൈവിക ആലയത്തിലെ ഉപകരണങ്ങൾ തല്ലി ചതച്ച് തകർത്താൽ, even if he destroys the articles of the temple of Jerusalem, ആരും ഒന്നും ചെയ്യാനില്ല, ഗവൺമെന്റ് പുറകിലുണ്ട് എന്നൊക്കെ തോന്നുന്നത് മിഥ്യാബോധമാണ്. അങ്ങനെയുള്ളവരൊന്നും ഇന്ന് വരെ ന്യായം വിധിക്കപ്പെടാതിരുന്നിട്ടില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. Even if people say the government is behind it, we will know that those kind of individuals have never prospered and judgment has had its own time. അതേത് ഭരണകർത്താവാണെങ്കിലും, whichever ruler or authoritative person, ഏത് വ്യക്തിയാണെങ്കിലും പഠിക്കണം, ചരിത്രം പഠിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ലോകത്തിൽ ഭരിച്ച ഭരണകർത്താക്കളും അവരുടെ അന്ത്യവും നന്നായി പഠിക്കണം. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും. Whoever is against will have to study the history well, and how those people who stood against the plans of God were destroyed. They need to understand the significance of it. അങ്ങനെ വേശ്യമാർ ആടിത്തുള്ളി പാത്രങ്ങൾ എടുത്ത് അതിൽ
മദ്യം പകർന്ന് ഈ ചെറുപ്പക്കാരനായ രാജാവിന്റെ കയ്യിൽ കൊടുത്തു. Those people, those harlots, they took those articles which were at the temple of God. They put the wine and gave to this young king Belshazzar. ദൈവാലയത്തിലെ പാത്രത്തിൽ ചാരായം നിറച്ച് അവൻ കയ്യിൽ പിടിക്കുമ്പോൾ വേറൊരു കൈ അവിടെ പ്രത്യക്ഷപ്പെട്ടു. And when he was holding in his hand the cup which was dedicated in the temple of God with the wine in it, there was another unseen hand which was revealed. ആ കൈ എന്തോ എഴുതുകയാണ്. That hand is writing something on the wall. എഴുതുകയാണ്. It is writing like this. നിങ്ങൾ ദാനിയേൽ 4:5 ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം. When you read Daniel 4 and 5, you will understand it. മെനെ തെക്കേൽ ഉഫാർസീൻ. Mene tekel uparsin. അതിന്റെ അർത്ഥം മനസ്സിലായില്ല. The meaning he did not understand. ദാനിയേൽ അത് വ്യാഖ്യാനിക്കുകയാണ്. Daniel is giving its interpretation. രാജാവ് ഭയവശനായി. The king Belshazzar became very astonished. BC 539 BC 539 ഒക്ടോബർ മാസം 29-ാം തീയതി October 29 രാത്രി in that night കാരുസിന്റെ സൈന്യം the army of Cyrus രാജധാനിയിൽ പ്രവേശിച്ചു. they entered the kingdom. ബെൽഷസ്സറിനെ കൊന്നു. They killed Belshazzar. ബാബിലോൺ സാമ്രാജ്യം അസ്തമിച്ചു. The Babylon kingdom was finished. ദാനിയേൽ പ്രവാചകൻ വ്യാഖ്യാനിച്ചതുപോലെ വെള്ളിക്ക് വേണ്ടി സ്വർണം വഴിമാറി. As the prophet Daniel had interpreted the dream, from the gold it was transferred to silver. ദാനിയേൽ 7 പറഞ്ഞതുപോലെ സിംഹം മാറി കരടി വന്നു. From Daniel 7, as we read, from lion the bear came. അങ്ങനെ സൈറസ് ഇറാന്റെ പ്രസിഡന്റായി ചക്രവർത്തിയായി. That's how Cyrus became the ruler of Iran. അയാൾ ചക്രവർത്തിയായി കഴിഞ്ഞപ്പോ When he became the emperor, അദ്ദേഹം പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ നമ്മൾ എസ്രയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. we will see the rules that he is decreeing out in the book of Ezra. ആ എസ്രയുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ നിങ്ങൾ? In Ezra chapter 1 we'll read. ഞാൻ അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. I'll read it from verse 2 onwards. പാർസി രാജാവായ കോരശ്, Thus says King Cyrus, king of Persia, അഥവാ ഇറാൻ, or in modern day Iraq, ഇപ്രകാരം കൽപ്പിക്കുന്നു. he is saying like this: സ്വർഗത്തിലെ ദൈവമായ യഹോവ the God of heaven, ഭൂമിയിലെ സകല രാജ്യങ്ങളെയും all the kingdoms of the earth എനിക്ക് തന്നിരിക്കുന്നു. he has given me. യഹൂദയിലെ യെരുശലേമിൽ അവൻ ഒരു ആലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. He has commanded me to build him a house at Jerusalem, which is in Judah. നിങ്ങളിൽ അവന്റെ ജനമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോട് കൂടി ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലെ യെരുശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. അവനല്ലോ യെരുശലേമിന്റെ ദൈവം. Who is among you of all his people? May his God be with him, and let him go to Jerusalem, which is in Judah, and build him the house of the Lord of Israel. He is God. എത്ര അത്ഭുതകരമാണ് ആ പ്രവചന നിവൃത്തി! What a mighty way that this prophecy is being fulfilled. യെശയ്യാ 44-45 അധ്യായങ്ങൾ ഈ എസ്രയുടെ കാലത്തൊന്നും യെശയ്യാവില്ല, മരിച്ചുപോയി. എത്ര കൃത്യമായിട്ടാണ് ആ പ്രവചനം നിറവേറുന്നത്! In Isaiah 44 and 45, what the prophecy was said, when this prophecy is being fulfilled, Isaiah had already died off, but still the word of God is coming to its pass. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. In between this, I want to mention one thing. അത് തിയോളജിയൻസിന് വേണ്ടിയാണ്. This is for the theologians. തിയോളജിയൻസില് ഈ ബൈബിൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ ഹയർ ക്രിറ്റിസിസം എന്ന ഒരു ശാഖയുണ്ട്. When they read, when they teach the theology, there is one term called higher criticism. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവര് ഉണ്ട്. There are some people who do that. അങ്ങനെയുള്ളവരെ ഈ വെളിപ്പാട് പുസ്തകം ദാനിയേൽ പ്രവചനം ഒന്നും അങ്ങനെ വിശ്വസിക്കാറില്ല. Those type of people may not believe Daniel or the book of Revelation. അങ്ങനെ പിശാച് അയച്ചു വരും തിയോളജിയൻസിന്റെ ഇടയിൽ ഉണ്ട് എന്ന് നിങ്ങൾ അറിയാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
I just want to mention that people sent by Satan are there even amongst the theologians. You need to be aware of that. അങ്ങനെ ഹയർ ക്രിറ്റിസിസത്തിൽ അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നത് രണ്ട് യെശയ്യാമാരുണ്ടെന്നാണ്. In those higher criticism criteria, they say that there were two Isaiahs that were there. യെശയ്യാ 1 മുതൽ 40 വരെയുള്ള ഭാഗങ്ങൾ പറഞ്ഞ ഒരു യെശയ്യാവ്. There is one Isaiah who mentioned from Isaiah 1 to 40. ഈ 44 മുതലൊക്കെ പറഞ്ഞത് വേറൊരു യെശയ്യാവാണ്. Then maybe from 44 onwards, there's another Isaiah. കാരണം അവർക്ക് ഇതുപോലെ ഈ പ്രവചനവും ഹിസ്റ്ററിയും കൃത്യമായി നിറവേറുന്നത് അവർക്ക് ഇങ്ങോട്ട് ഇത് പ്രവചനമായിട്ട് പറയാൻ കഴിയില്ലെന്നാണ് അവരുടെ വിശ്വാസം. They are believing that the way that it is spoken and how it is literally being fulfilled, they are not even able to believe it. അതുകൊണ്ട് കോരശിന്റെ കാലത്ത് ഒരു യെശയ്യാവ് ഇതെല്ലാം കണ്ടെഴുതിയതാണ്, അതുകൊണ്ടാണ് അതാണ് 44 മുതൽ എന്നാണ് അവർ പറയുന്നത്. So they are saying that there was another Isaiah who was there in the times of Cyrus. He saw all these things happening and then he wrote all this, is what they are saying. 50 വർഷമായി ഞാൻ ബൈബിൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. I am a student of the Bible who studying for last 50 years. ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ എനിക്ക് വലിയ സഹതാപമാണ് ഉണ്ടാകുന്നത്. When I see these people, I feel pity for them. ആരാണ് ദൈവം? Who is God? നാളെയോ 1000 വർഷമോ കഴിഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾ പറയുന്നവനല്ലേ ദൈവം? Isn't he the God who can say about things which can happen tomorrow or even 1000 years from now? വലിയ പ്രവാചകന്മാരിലൂടെ ദൈവം പറയുന്നത്. That is what he is revealing through his prophets. അത് നിവർത്തിക്കപ്പെടുവാൻ എന്ന് വിശ്വസിക്കുന്നവരല്ലേ ദൈവവിശ്വാസികൾ? Aren't we the believers who believe that whatever God has spoken will be fulfilled? യേശു ചമ്മട്ടി കൊണ്ടുവന്ന് യെരുശലേം ദേവാലയത്തിൽ നിന്ന് കള്ളന്മാരെയെല്ലാം അടിച്ചു പുറത്താക്കിയതുപോലെ ഈ തിയോളജിയന്മാരെ അടിച്ചു പുറത്താക്കി ബൈബിളിലും പരിശുദ്ധാത്മാവിലും കർത്താവിന്റെ മരണത്തിലും ഉയർപ്പിലും പാപമോചനത്തിലും രണ്ടാം വരവിലും സഹസ്രാബ്ദത്തിലും സ്വർഗത്തിലും നരകത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാരെയാണ് ദൈവത്തിന് വേണ്ടത്, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടത്, ബൈബിൾ കോളേജുകൾക്ക് വേണ്ടത്. Like the Lord Jesus made a whip and draw out all those thieves and all those robbers who were in the temple. It's the cleansing that is needed even now to remove all those kinds of theologians with this higher criticism and to have those people who believe in the Lord, His death, burial, resurrection, in His second coming, in heaven and hell should be filled in our churches, in our Bible colleges. വീണ്ടും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, എന്റെ പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് നിങ്ങൾ ഇടരുത്, അത് പ്രശ്നമാകും. Once again, I want to reiterate that do not cut any one part of my message and put it across. ഞാൻ പ്രസിദ്ധമായ ഒരു ബൈബിൾ കോളേജിൽ പ്രസംഗിക്കുകയായിരുന്നു. I was preaching in a famous Bible college. ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ അതിന്റെ അക്കാഡമിക് ഡീൻ അതിനെ ഖണ്ഡിക്കുവാൻ എന്നെ ഇരുത്തിക്കൊണ്ട് തന്നെ എഴുന്നേറ്റു. The academic dean, after my message, he wanted to come against that message and he made me sit down and he was trying to do it. എനിക്കും ചില കാര്യങ്ങൾ പറയേണ്ടി വന്നു. I also had to say certain things. അദ്ദേഹം അങ്ങനെ പറയാൻ ധൈര്യപ്പെട്ടതിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വന്നത്. He had to say certain things because he did not understand totally of what I had told, and that is why he had risen up that time. അതുകൊണ്ട് ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്താൽ വലിയ തിയോളജിയൻസിനെ എല്ലാം അടിച്ചു പുറത്താക്കണമെന്ന് പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്നും പറഞ്ഞ് ഇത് അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറെ കമന്റും പരിപാടികളും അങ്ങനെയുള്ള പരിപാടി വരാതിരിക്കാൻ എന്റെ പ്രസംഗത്തിന് എന്റെ ഏത് പ്രസംഗവും അതിന് കോപ്പിറൈറ്റ് ഇല്ല, അത് യൂട്യൂബിൽ നിന്നോ മറ്റെന്തിൽ നിന്നോ പണം ഉണ്ടാക്കുന്ന പരിപാടിയുമില്ല, അത് ആർക്കും ഷെയർ ചെയ്യാം, എവിടെയും ഷെയർ ചെയ്യാം. പക്ഷേ എന്റെ പ്രഭാഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്ത് ഷെയർ ചെയ്യാൻ ആർക്കും അനുവാദമില്ല, അത് ക്രൈമാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചു കൊള്ളട്ടെ. I just want to reiterate that there is no problem for you to share the whole message to anyone in any form of media, but do not take any part of it and share it because it is a crime and it is not allowed. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. Coming back to the subject. എത്ര അത്ഭുതകരമായിട്ടാണ് ഇറാൻ യെരുശലേം ദേവാലയം പണിയുവാനായിട്ട് ഇറാനിൽ ഒരു ഭരണകർത്താവ് ഉണ്ടായത്. How beautifully there is an emperor arriving in Iran who stood for the support of the building of the temple of Jerusalem. കോരശ്, സൈറസ്,
the Great. Cyrus the Great. ആ കാലഘട്ടങ്ങളിലാണ് ഇസ്രായേൽ നെഹമ്യാവും ഒക്കെ വരികയും പിന്നീട് സെരുബാബേലും ജോഷുവായും ഹഗ്ഗായി സഖറിയാവും ഒക്കെ ഈ പ്രവചനങ്ങളുമൊക്കെ ഈ കാലഘട്ടങ്ങളുമായും അതിനല്പം കഴിഞ്ഞും ഒക്കെയുള്ള സംഭവ വികാസങ്ങളാണ്. In those times where Ezra, Nehemiah, Zerubbabel, Joshua, under the prophecies of Haggai and Zechariah, even after the period of that, they were all present. യെശയ്യാവിന് ഈ പ്രവചന നിവർത്തി കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും നെഹമ്യാവിനും എസ്രായിക്കും സെരുബ്ബാബേലിനും സഖറിയാവിനും ഹഗ്ഗായിക്കും ഒക്കെ ഈ പ്രവചന നിവർത്തി കാണുവാൻ കഴിഞ്ഞു. Though Isaiah could not see the fulfillment of the prophecy he had spoken, Ezra, Nehemiah, even Haggai, Zechariah, they all could see the fulfillment of that prophecy. സ്വർഗത്തിലെ ദൈവം ഒരു അരുളപ്പാട് നൽകിയാൽ The God of Israel is giving a proclamation. ആ അരുളപ്പാടിന്റെ സമയങ്ങളിൽ അത് നിവർത്തിക്കപ്പെടാനുള്ള യാതൊരു സാധ്യതയും ഉണ്ടായിരിക്കുകയില്ല. When the times of its fulfillment came, even for it to be fulfilled, there were no circumstances for it. യൂഫ്രട്ടീസ് നദി നിന്നോട് പറയും ഇത് നടക്കുന്ന കാര്യമല്ല, ഇത് പറ്റുകയില്ല. River Euphrates will say this will not happen. ബാബിലോണിലെ പടുകൂറ്റൻ മതിൽ പറയും ഇതിനെ തകർക്കാൻ നിനക്ക് കഴിയില്ല. The large wall of Babylon will say you cannot win against this. അതിലെ താമ്രക്കഥകൾ പറയും ഇത് തുറക്കപ്പെടുകയില്ല, അതിന്റെ വ്യാമോഹമാണ്, നീ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ഒന്നും കാര്യമില്ല, ഇത് തുറക്കപ്പെടുകയില്ല. This bronze doors will say this will not open, even if you pray and fast this will not open. ആ ഇരുമ്പോടാമ്പലുകൾ പറയും നീ താമ്രക്കഥകിനെ തുറന്നാലും ഈ ഓടാമ്പലുകളെ നിനക്ക് കണ്ണിക്കാൻ ഒക്കെയില്ല. Those iron pillars will say even if you open the bronze doors you cannot destroy me. അല്ല, ഇതെല്ലാം കഴിഞ്ഞ് നീ വന്നാലും ഞങ്ങളുടെ മർദൂക്ക് ആരാണെന്നറിയാമോ, അദ്ദേഹത്തിന്റെ ശക്തി എത്ര വലുതാണെന്നറിയാമോ, ആ നടയിൽ വെച്ചിരിക്കുന്നതൊന്നും നിനക്കിന് തിരികെ കിട്ടുകയില്ല. Even if all of you have taken, you know, Marduk God, the one who defeated you, you cannot prevail against him. നിന്റെ കണ്ണത് പറയും, നിന്റെ ചെവി അത് പറയും, നിന്റെ ബുദ്ധിമണ്ഡലം അത് പറയും, പിശാച് അത് പറയും. Your eyes, your senses will say, even the realm of the enemy will say that. പക്ഷെ ഇതിനപ്പുറമായി വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവുമാണ്. But what is faith? It is the evidence of things hoped for, the substance of things hoped for, evidence not yet seen. ദൈവം കൃപാവരം തരുമെന്ന് പറഞ്ഞാൽ, ശുശ്രൂഷ തരുമെന്ന് പറഞ്ഞാൽ, ഉണർവയക്കുമെന്ന് പറഞ്ഞാൽ, തലമുറ തരുമെന്ന് പറഞ്ഞാൽ, ജോലി തരും, ജയം തരുമെന്ന് പറഞ്ഞാൽ, ദൈവം എന്താണോ പറഞ്ഞത് അത് നിവർത്തിക്കുവാൻ ശക്തി ദൈവത്തിനുണ്ട്. If God has said that he will give you a generation, he will give you a job, and whatever blessing that he has promised, if he has spoken, he has an ability and the power to fulfill it. നീ അത് വിശ്വസിച്ച് പോയാൽ മാത്രം മതി. You just need to believe and go forward in life. അടുത്ത അത്ഭുതകരമായ കാര്യം, ആ ഇരുട്ടിലെ നിക്ഷേപങ്ങൾ കോരശ് എണ്ണിക്കൊടുക്കുന്ന രംഗവും എസ്രയിൽ എഴുതിയിട്ടുണ്ട്. We see the treasures of darkness, how it is being counted and given. ഈ എസ്ര എന്ന് പറയുന്നത് നിങ്ങളുടെ വെല്ലൂരുള്ള എക്സ്റേ അല്ല, ഇത് ഒരു മനുഷ്യനാണ്, എസ്രയാണ്. അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ. Ezra is not 7 മുതൽ. Ezra chapter 1 verse 7 onwards. യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും കോരശ് രാജാവ് പുറത്തെടുപ്പിച്ചു. King Cyrus brought out the articles of the house of the Lord, which Nebuchadnezzar had taken from Jerusalem and put in the temple of his gods. പാർസി രാജാവായ കോരശ് ഭണ്ഡാര വിചാരകനായ മിത്രോദാ മുഖാന്തരം അവ പുറത്തെടുപ്പിച്ചു. Cyrus king of Persia brought them out by the hand of Mithredath the treasurer. യഹൂദ പ്രഭുവായ ശെഷ്ബസറിനെ എണ്ണിക്കൊടുപ്പിച്ചു. And counted them out to Sheshbazzar the prince of Judah. അവയുടെ എണ്ണം ആവിത്. This is the number of them. പൊൻതാലം 30, 30 gold platters. വെള്ളിത്താലം 1000, 1000 silver platters. കത്തി 29, 29 knives. പൊൻപാത്രം 30, 30 gold basins. രണ്ടാം തരത്തിലെ വെള്ളിപ്പാത്രം 410, 410 silver basins of similar kind. മറ്റുള്ള ഉപകരണം 1000, 1000 other articles. പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ ആകെ 5400 ആയിരുന്നു. All the articles of gold and silver were 5400. ഒരെണ്ണവും കുറയാതെ
ഇരുട്ടിലെ നിക്ഷേപങ്ങൾ അവരുടെ കയ്യിലെത്തുകയാണ്. Without account missing, the treasures of darkness is coming back to their hand. ഇസ്രായേലിന്റെ പാപം മുഖാന്തരമാണ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ നിക്ഷേപം ശത്രുവിന്റെ കയ്യിൽ പോയത്. Because of the sin of Israel, the treasures they had went into the hand of the enemies. എന്നാൽ അവൻ കരഞ്ഞപ്പോൾ അതിലൊന്നും നഷ്ടപ്പെടാതെ തിരികെ ലഭിക്കുകയാണ്. But when they are cried out, without losing any of them, they are receiving it back. നിങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ട ചിലതൊക്കെ നഷ്ടമായിരിക്കുകയാണോ? Even things that you need to lawfully have you lost it? അതിൽ പക്ഷെ പ്രാർത്ഥനയായിരിക്കും, It may be prayer, ആരാധനയായിരിക്കും, it may be worship, വിശുദ്ധ ജീവിതമായിരിക്കും, it may be a holy life, ശുശ്രൂഷയായിരിക്കാം, it may be in the ministry to God, ജോലിയായിരിക്കാം, it may be a job, ഒരു വിജയമായിരിക്കാം, it may be a victory that you're looking at, അല്ലെങ്കിൽ ഒരു യാത്രയായിരിക്കാം, or it may be a journey that you are looking at, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, or it may be something related to your family, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ടതായിരിക്കാം. or it may be related even to your children. അതൊക്കെ നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കരങ്ങളിൽ അത് ലഭിക്കാതെ മർദൂക്കിന്റെ അധികാരത്തിൽ ഇരിക്കുകയാണോ? Have you lost it and you're not receiving your hand and it's still under the rule of Marduk? ദാനിയേലിനെ പോലെ ഒന്ന് ഉപവസിക്കാൻ തയ്യാറാകാമോ? Are you ready to fast like Daniel? നെഹമ്യാവിനെ പോലെ ഒന്ന് കരയാൻ തയ്യാറാകാമോ? Are you ready to cry out like Nehemiah? ഇസ്രായേലിന് ഈ നെഹമ്യാവിനെ പോലെ ഇസ്രായേൽ പോലെ ആ തകർന്നു കിടക്കുന്ന മേഖലയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാനായിട്ട് മനസ്സുണ്ടോ? Are you ready to go into that place where it has been destroyed like Nehemiah and Ezra went out? സെരുബാബേലിനെ പോലെ മുൻപിൽ നിൽക്കുന്ന പർവ്വതത്തെ കണ്ട് ഭയപ്പെടാതെ അത് സമഭൂമിയാകുമെന്ന് ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? Can you be like Zerubbabel looking at the mountain in front of him and saying that it be a plain? Can you have the faith like that? ഹഗ്ഗായിയെ പോലെ സഖരിയാവിനെ പോലെ ആലയം പണിക്ക് വേണ്ടി വന്ന സെരുബാബേലെ ഈ പർവ്വതമാകുന്ന സമ്മേളനത്തിനെയും തോബിയാവിനെയും ഒന്നും കണ്ട് ഭയപ്പെടേണ്ട, ദൈവം ഇതിനെ സമഭൂമിയാക്കുമെന്നുള്ള ദൂത് വിളിച്ചു പറയുവാൻ തയ്യാറാകുമോ? Can you be like Haggai and Zechariah when they saw the mountain like Sanballat and Tobiah who rose up against Nehemiah, against Zerubbabel? They said, "It's not by might nor by power." Can you say it with the grace of God? ഒന്നും നഷ്ടമാകാതെ, without losing even one of it, നിന്റെ കരങ്ങളിലെത്തും. it will come back to your hand. ബ്രഹ്മ നഷ്ടപ്പെട്ടെങ്കിൽ നീ വിളക്ക് കത്തിക്കണം. If you have lost something, you have to light up the lamp. വീട് അടിച്ചു മാറണം. You need to clean the house. അവിടെ തന്നെയാണ് ബ്രഹ്മയുണ്ട്. That lost coin is still present there. വേറൊരിടത്ത് നീ പോകണ്ട, അവിടെ തന്നെയുണ്ട്. You don't have to go anywhere looking for it. It is there. കാട്ടിൽ നഷ്ടപ്പെട്ട ആളാണെങ്കിലും, even though you may be lost in the forest, നാട്ടിൽ നഷ്ടപ്പെട്ട മകനാണെങ്കിലും, even you may be the son lost in the city, വീട്ടിൽ നഷ്ടപ്പെട്ട ദ്രവ്യമാണെങ്കിലും, even the coin which is lost in the house, നിനക്ക് മടക്കി വാങ്ങിക്കാനായി കഴിയുമെന്നാണ് യൂക്കോസ് 15 കർത്താവ് പറയുന്നത്. Luke 15 is saying that even all those can be restored if you are willing to come back. എത്ര അത്ഭുതകരമാണ് ഈ ബൈബിളിലെ പ്രവചനം! What a mighty thing that we see the prophecies of this, the fulfillment of the prophecy. നമ്മള് എളുപ്പം തീർക്കേണ്ടത് കൊണ്ടാണ് ഈ സമയം 2 മണിക്കൂറൊക്കെ നമ്മൾ എടുക്കുന്നത്. അടുത്ത ആഴ്ച കൊണ്ട് നമുക്ക് ആ ക്ലാസ് ഒന്ന് ഒതുക്കണം. എനിക്കും ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഇറാന്റെ അല്ലെങ്കിൽ പേർഷ്യയുടെ പരാജയത്തെ കുറിച്ച് കൂടി വേറൊരു വേർഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ഗ്രീക്കുകാർ അവരെ പരാജയപ്പെടുത്തും എന്നുള്ള പ്രവചനം കൂടി ചിന്തിച്ച് നമുക്ക് ഇന്ന് ഇത് അവസാനിപ്പിക്കാൻ മഹാനായ അലക്സാണ്ടർ മുഖാന്തരം നടക്കേണ്ട ഒരു പ്രവചനത്തെ കുറിച്ച് നടത്തിയ മറ്റൊരു പ്രവചനത്തിലേക്ക്, ഇറാനുമായി ബന്ധപ്പെട്ട ഒരു പ്രവചനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. Because of the time constraints, we will go forward to see one more prophecy, how Iran was defeated, and seeing prophecy regarding Alexander. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം Daniel chapter 8-ാം അധ്യായം 8th chapter, അതിന്റെ 3 മുതലുള്ള വചനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ക്ലാസ് ആണല്ലോ, എടുക്കാൻ നല്ലതാണ്. If you have the Bibles, please turn out to Daniel chapter 8 verse 3 onwards. ഞാൻ വായിക്കാം. ഞാൻ തലപൊക്കിയപ്പോൾ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. Then I lifted my eyes and saw, and there standing beside the river was a ram which had 2 horns. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു.
And the two horns were high, ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത്. but one was higher than the other, അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. and the higher one came up last. ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. I saw the ram pushing westward, northward, and southward, ഒരു മൃഗത്തിനും അതിന്റെ മുൻപിൽ നിൽപ്പാൻ കഴിഞ്ഞില്ല. so that no animal could withstand him. ഇത് 208 വർഷത്തെ പേർഷ്യയുടെ ചരിത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. This is the history of 208 years of Persia. അത് വിശദീകരിക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണം. If you have to tell in elaboration, it needs hours. നമുക്ക് വിഷയത്തിലേക്ക് വീണ്ടും വരാം. We'll come back to the subject. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 5-ാം വാക്യം, As I saw, ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവ്വഭൂമിയിലും കൂടി വന്നു. suddenly a male goat came from the west across the surface of the whole earth. ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായ ഒരു കൊമ്പുണ്ടായിരുന്നു. There was a notable horn for that goat between his eyes. അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുള്ള ആട്ടുകൊറ്റന് നേരെ ഉഗ്രകോപത്തോടെ പാഞ്ഞു ചെന്നു. Then he came to the ram that had 2 horns, which I had seen standing beside the river, and ran at him with furious power. അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. I saw him confronting the ram. അത് ആട്ടുകൊറ്റനോട് ക്രുദ്ധിച്ചു. He was moved with rage against him അതിനെ ഇടിച്ചു. and attacked ram അതിന്റെ കൊമ്പുകൾ രണ്ടും തകർത്തു കളഞ്ഞു. and broke his 2 horns. അതിന്റെ മുൻപിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലായിരുന്നു. There was no power in the ram to withstand him. അത് അതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. But he cast him down to the ground and trampled him. 8-ാം വാക്യം, 8th verse. കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു. Therefore the male goat grew very great. എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നു പോയി. But when he became strong, the large horn was broken. അതിന് പകരമായി 4 കൊമ്പ് മുളച്ചു വന്നു. And in place of it, 4 notable ones came up toward the 4 winds of heaven. വല്ലതും മനസ്സിലായോ? Did you understand anything? ഞാനൊന്ന് ആ ഭാഗം ഒന്നുകൂടെ ചെറുതായിട്ടൊന്നുകൂടെ വിശദീകരിക്കാം. A little more detail I will say that passage. ദാനിയേൽ കാണുന്ന ഒരു സ്വപ്നമാണിത്, ദർശനമാണ്. This is a dream, a vision seen by Daniel. 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ ഒരു നദീതീരത്ത് നിൽക്കുന്നു. There is a ram with 2 horns standing beside the river. ഒരു കൊമ്പിന് ശാല നീളം കൂടുതലാണ്. One horn was a little higher than the other one. തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും എല്ലാം അവനെ ഇടിക്കുകയാണ്. It is moving furiously in all directions, westward, southward, and ഒരു മൃഗത്തിനും അതിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. no animal could withstand him. അങ്ങനെ ജയിച്ച് നിൽക്കുമ്പോൾ, Like in that furiousness it is going, ഒരു കോലാട്ടുകൊറ്റൻ ഇങ്ങനെ പാഞ്ഞു വരുന്നു. suddenly a male goat is coming in another furious power. അതിന് ഒരു കൊമ്പുണ്ട്, ഒറ്റ There is കൊമ്പാണ്. one noticeable horn between his eyes, അവൻ വന്ന ഒരു ഒറ്റ ഇടിയാണ്. and he came and attacked this ram. ഈ 2 കൊമ്പനെ ഒറ്റ കൊമ്പനെ ഇടിച്ച് താഴെ ഇട്ടു. This 2 horned ram was taken off by this male goat, ചാവിട്ടിക്കളഞ്ഞവനെ, trampled him and broke his 2 ഈ horns. അഹങ്കാരിയായ ആട്ടുകൊറ്റനെ ചാവിട്ടി മെതിച്ചു കളഞ്ഞു. This prideful ram was trampled across. പിന്നെ ഈ കോലാട്ടുകൊറ്റൻ അങ്ങ് വലുതാകുകയാണ്. Then this male goat grew very great. വലുതായി കഴിഞ്ഞപ്പോൾ ഇതിന് ജയം കൊടുത്ത ആ ഒറ്റ കൊമ്പുണ്ടല്ലോ, ഒറ്റ കൊമ്പ്, ആ കൊമ്പ് അങ്ങ് നശിച്ചു പോയി. അതിന് പകരം 4 കൊമ്പുണ്ടായി. That great horn which gave this goat the victory, that was destroyed, and 4 horns came in its place. ഇത് ദാനിയേലിന് മനസ്സിലായില്ല. Even Daniel did not understand the meaning of it. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവം തന്നെ അതിന് മറുപടി കൊടുത്തു. When that came, God himself gave the reply to it. അപ്പം അതിന്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ് അതിന്റെ വ്യാഖ്യാനം. 20 onwards we see the meaning, the interpretation of the vision. 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസി രാജാക്കന്മാരെ കുറിക്കുന്നു. The ram which you saw having the 2 horns, they are of the kings of Media and Persia. ഉണ്ടോ? മെഥിയ പേർഷ്യ സാമ്രാജ്യത്തിൽ പാർസികൾ രാജാക്കന്മാരായിരുന്നു വലിയവര്. അതുകൊണ്ടാണ് ഒരു കൊമ്പ് വലുതായി കണ്ടത്. The kings of Media and Persia, the Persians were dominating. That's why one horn was a larger horn. പരുവരുത്ത കോലാട്ടുകൊറ്റൻ യവനായ രാജാവാണ്. The male goat is the kingdom of Greece. അതിലെ വലിയ കൊമ്പ് അവരുടെ രാജാവാണ്. And the large horn is their first king. അത് തകർന്ന ശേഷം അതിന് 4 കൊമ്പ് ഉണ്ടാകും. അതിൽ നിന്ന് 4 രാജ്യം ഉണ്ടാകും. And the broken horn, there's a 4
things, that is 4 kingdoms will arise out of one nation. അവൻ ദാനിയേലിന് വ്യാഖ്യാനം ദൈവം കൊടുക്കുകയാണ്. Even that interpretation the Lord is giving to Daniel. ഈ തെക്കോട്ടും വടക്കോട്ടും ഒക്കെ ഇടിക്കുന്ന ആട്ടുകെട്ടൻ പാർസി രാജാക്കന്മാരാണ്, ഇറാന്യ ഭരണകർത്താക്കളാണ്. All those people who are going westward, northward and southward were the kings of Medes and Persians. എന്നാൽ ഗ്രീക്ക് രാജ്യം അതിനെ തകർക്കും. But the kingdom of Greece will conquer it. അതിനെ തകർക്കുന്ന ആ കൊമ്പ്, രാജ്യത്തിന്റെ കൊമ്പ് എളുപ്പം ഒടിഞ്ഞു പോകും. അതിന് പകരം 4 കൊമ്പ് മുളച്ചു വരും. That horn which destroys will be broken and 4 kingdoms will come in its place. ഇനി വേൾഡ് ഹിസ്റ്ററിയും കൂടെ വെച്ചാൽ നമുക്കിത് വളരെ ക്ലിയർ ആയിട്ട് അങ്ങ് മനസ്സിലാകും. If you correlate with world history, we will understand it very clearly. BC 334 In BC 134, ദാരിയാവേശ് പേർഷ്യയിൽ ഭരിക്കുന്ന കാലം. when Darius was in Persia, എല്ലാ രാജ്യങ്ങളെയും കീഴടക്കി ഇന്ത്യ മുതൽ എത്യോപ്യ വരെ കീഴടക്കി ഭരിക്കുന്ന കാലം. he had subdued all the kingdoms from India to Ethiopia. മാസിഡോണിയയിൽ ഫിലിപ്പ് രാജാവ് മരിക്കുന്നു. In Macedonia, Philip king is dying. ചെറുപ്പക്കാരനായ അലക്സാണ്ടർ ഗ്രീക്ക് സൈന്യാധിപനായി ഭരണകർത്താവായി മാറുന്നു. The young Alexander is becoming the Greek emperor. അയാൾ ലോകത്തെ കീഴടക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. He is coming to conquer the whole world. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഭരിക്കുന്ന പേർഷ്യൻ സാമ്രാജ്യമാണ്. 2 കൊമ്പുള്ള ആട്ടുകൊറ്റനാണ്. One of the biggest kingdom was the kingdom of Medes and Persia, the one who was the ram with 2 horns. ഈ രാജാക്കന്മാർ ഗ്രീസിന്റെ അഥേന കത്തിച്ചതിന്റെ വേദന അലക്സാണ്ടറിന്റെ ഹൃദയത്തിലുണ്ട്. These kings had burnt down the city of Athens in Greek, and this pain was in the heart of Alexander. ഇതിന് പകരം വീട്ടാൻ അദ്ദേഹം തീരുമാനിച്ചു. He was seeking revenge to against this. 30,000 കാലാൾപ്പടകളും ഏകദേശം 23,000 കുതിരപ്പടകളുമായിട്ട് അദ്ദേഹം യുദ്ധത്തിനിറങ്ങി. With 31,000 foot soldiers and 23,000 chariots, he came out to war. ഫിലോസഫേഴ്സ്, ഹിസ്റ്റോറിയൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടി. Philosophers, historians all joined him. നമ്മൾ കണ്ടില്ലേ നദീതീരത്ത് നിൽക്കുന്ന ആ കൊമ്പുള്ള ആട്ടുകൊറ്റൻ? We saw the ram standing beside the river. അത് ഗ്രാനിക്കസ് യുദ്ധമാണ്. നദീതീരത്ത് നിൽക്കുകയായിരുന്നു ആ യുദ്ധം. It was a Granicus war which was done beside the river. അലക്സാണ്ടർ പേർഷ്യൻ ചക്രവർത്തിയുമായിട്ട് ഏറ്റുമുട്ടി. Alexander came against the Persian emperor. 1,11,000 ഇറാനി പടയാളികളെ അലക്സാണ്ടറുടെ സൈന്യം കൊന്നു. 1,11,000 soldiers of Medes and Persians Alexander's army conquered, and പേർഷ്യൻ ചക്രവർത്തി ദാരിയാവേശ് ഓടി രക്ഷപ്പെട്ടു. And the Persian emperor ran and escaped. അദ്ദേഹത്തിന്റെ ചക്രവർത്തിയുടെ, ഇറാന്റെ ചക്രവർത്തിയുടെ രാജ്ഞിയെയും അമ്മയെയും അലക്സാണ്ടർ അറസ്റ്റ് ചെയ്തു. This Iran's king's queen and the mother was arrested. പക്ഷേ ആ സ്ത്രീകളെ അലക്സാണ്ടർ ദ്രോഹിച്ചില്ല. But those the women were not killed. പിന്നീട് അദ്ദേഹം അവരെ റിലീസ് ചെയ്യുകയുണ്ടായി. Then he had released them also. പക്ഷേ അപ്പോൾ പേർഷ്യൻകാർ പൂർണ്ണമായി കീഴടങ്ങിയിട്ടില്ല, ഒരു ഭാഗമേ കീഴടങ്ങിയുള്ളൂ. Only part of Persia were subdued, not the whole one, whole of it. പിന്നെ അദ്ദേഹം ലെബനോൻ, ടയറിലേക്കാണ് പോയത്. Then he went towards Lebanon and Tyre. അത് കീഴടക്കി യെരുശലേമിലേക്ക് വന്നു. Then he subdued and came to Jerusalem. യെരുശലേം കീഴടക്കി അദ്ദേഹം അർബലയിൽ വന്നു. അർബലയിൽ He came to Arable. അവിടെ അവസാനമായിട്ട് ദാരിയാവേശ് ഏറ്റുമുട്ടുകയാണ്. Then he is coming finally and confronting Darius. പേർഷ്യൻ സാമ്രാജ്യത്തെ ഇടുക്കിയ മാത്രമല്ല, അലക്സാണ്ടർ ചവിട്ടി മെതിച്ചു. He not only conquered, he trampled the Persian region. ദാരിയാവേശ് പേർഷ്യൻ ചക്രവർത്തി ആത്മഹത്യ ചെയ്തു. Darius, he committed suicide. ദാരിയാവേശിന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരി അലക്സാണ്ടർ തങ്ങളുടെ അഥേന കത്തിച്ചതിന്റെ പ്രതികാരമായിട്ട് സ്വന്തം കൈകൊണ്ട് കത്തിച്ചിട്ട് ഗ്രീസിന്റെ കൊടി ഉയർത്തി. Because Athens was burnt down by the Medes kings, the capital of Darius, he burnt it and he raised the flag of Greece. ദാനിയേൽ പ്രവാചകൻ കണ്ടതുപോലെ നിറവേറുകയാണ്. As Daniel prophet saw the vision, it fulfilled literally. പിന്നീട് അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് വന്നു. Then Alexander came to India. പഞ്ചാബിന്റെ മേഖലകളൊക്കെ അദ്ദേഹം ഒതുക്കി. He had come and subdued the kingdoms of Punjab. മടങ്ങി ഇറാഖിൽ വെച്ച് ആ ചെറുപ്പക്കാരൻ മരിക്കുകയാണ്. Again, when he returned in Iraq, he dies. ആ കൊമ്പൊടിഞ്ഞു പോകുകയാണ്. That horn is broken. പിന്നീട് തന്റെ 4 സൈന്യാധിപന്മാർ
ഭരണകർത്താക്കളായി മാറി. Then his four rulers, they became the kingdom rulers. സെലൂക്കസ്, ടോളമി, ലിസിമാക്കിസിൻ, കാസൻഡർ എന്നിവരായിരുന്നു ഈ 4 സൈന്യാധിപന്മാർ അല്ലെങ്കിൽ 4 കൊമ്പുകൾ. The Seleucus, Ptolemy, Cassander, and all these were the 4 kingdom emperors. ഓ, എന്റെ കർത്താവിന്റെ വചനം എത്ര അത്ഭുതകരമാണ്! Oh, how great and mighty is the word of God! അതിലെ പ്രവചനങ്ങൾ എത്ര കൃത്യമായിട്ടാണ് നിറവേറുന്നത്! How specific the prophecies in that is being fulfilled. അതിന്റെ ആഴങ്ങൾ എത്ര വലുതാണ്! Can you understand the depths of what is being spoken? ഈ ബൈബിളാണ് പറയുന്നത് യേശു വരികയും ഈ ലോകത്തെ ഭരിക്കുകയും ചെയ്യുമെന്ന്. And this Bible is what is saying that Jesus is coming back soon and he is going to reign over this world. നെബൂഖദ്നേസറിനെ കുറിച്ച് പറഞ്ഞത്, ബാബിലോണിനെ കുറിച്ച് പറഞ്ഞത്, ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ കണ്ണിന്റെ മുൻപിൽ നിറവേറിയെങ്കിൽ, We already saw when Nebuchadnezzar what is spoken, Babylon, Israel, whatever is spoken, it is fulfilled in front of our eyes. ഇറാനെ കുറിച്ച് പറഞ്ഞത്, സൈറസിനെ കുറിച്ച് പറഞ്ഞത്, ഗ്രീക്ക് സാമ്രാജ്യത്തെ കുറിച്ച് പറഞ്ഞത്, അലക്സാണ്ടറിനെ കുറിച്ച് പറഞ്ഞത് കൃത്യമായി നിറവേറിയെങ്കിൽ, When things were spoken against with Iran and Cyrus and Alexander, Greek empire, when it is fulfilled literally in front of our eyes. 2000 വർഷങ്ങൾക്ക് മുൻപ് മാനവലോകത്തോടുള്ള സ്നേഹനിമിത്തം സ്വർഗത്തിന്റെ മണിമകുടമായിരുന്നവന്, ആരാധ്യ പുരുഷനായിരുന്നവന്, അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവായിരുന്നവന്, കന്യകാസുതനായി ഈ താണലോകത്തിലേക്ക് വന്ന് മരിച്ചവരെ ഉയർപ്പിച്ച്, ഊമരെ സംസാരിപ്പിച്ച്, ചെകിടരെ കേൾപ്പിച്ച്, മുടന്തരെ നടക്കുമാറാക്കി, ഗോൽഗോത്തായി മരിച്ച്, അനിമിത്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയി, ഇനി മടങ്ങി വന്ന് കൈതൊടാതൊരു കല്ലുപോലെ ഈ ഭൂമിയെ 1000 വർഷം ഭരിക്കുമെന്ന് ബൈബിൾ നടത്തിയ പ്രവചനവും നിറവേറാതെ പോകുമോ? The prophecy which was spoken 2000 years back, the darling of heaven who came down in the womb of the Virgin Mary, he lived and did great miracles. He opened the blind eyes, he unstopped the deaf ears, he made the lame walk. He died on the cross at Golgotha. He was buried in the tomb of Joseph of Arimathea. He was risen up and he went to heaven and he is going to come back soon. How the stone which was not made with hands and how it came to destroy the kingdom, if that prophecy was spoken, will that not be fulfilled? കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് വരുവാൻ ഇനി അധികം താമസമില്ല. That rock which is not made with hands to come, the time is very near. നമുക്കൊരുങ്ങാം. Shall we be ready? നമുക്ക് ഉണരാം. Shall we be awake and alert? സാത്താൻ തട്ടിക്കൊണ്ടുപോയതെല്ലാം തിരിച്ചു പിടിക്കാം. Can we all take back all that Satan has stolen from us? ദൈവത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളായി, ചാനലുകളായി നമുക്ക് മാറാം. Can we be those channels which the Lord will use us in this end times? ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. May the Lord bless each and every one of you. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ റഷ്യയെക്കുറിച്ചും ഇറാന്റെ ചില പ്രവചന ഭാഗങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ല ട്രാൻസ്ലേഷൻ ചെയ്ത ഡോക്ടർ ഒക്കെ നന്ദി പറയുന്നു. എനിക്കറിയാം, നല്ല ജോലി തിരക്കിനിടയ്ക്കാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God willing, we will meditate on Russia in the last and final class in the next week. I know you're all among the busy schedule, but thank you all for joining. Thank you, Pastor. Thank you, Pastor, for taking us through the wonderful Bible study. Praise God. Thank God for the word that we have listened to. May we all be in the grace that God has helped us to understand